മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ശരി ശരി ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് രോഗപ്രശ്നം തുടങ്ങുന്നു. രോഗപ്രശ്നത്തിനെ കുറിച്ച് പറയുന്നത് പ്രശ്നമാർഗത്തിലെ 12ാമത്തെ ചാപ്റ്ററാണ്. അത് എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്, വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ തന്നെ എന്ന് ഓർമ്മിക്കണം. നമ്മൾ രാശിശീലം പഠിച്ചല്ലോ, 12 രാശിയും 9 ഗ്രഹങ്ങളും. ആ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വരുന്നു. അത് നമുക്ക് എങ്ങനെയെന്ന് ചിന്തിക്കണം. രോഗപ്രശ്നമാണ്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രോഗമുണ്ടോ, ഒരു കുടുംബ പ്രശ്നത്തിലായിരുന്നാലും രോഗമുണ്ടോ എന്നൊക്കെ എങ്ങനെ നോക്കാം. അതൊരു പ്രധാന വിഷയമാണ്. രോഗമാണെന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യം. രോഗം, ജോലി, സന്താനം, വിവാഹം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ ബാധിക്കുന്നത്. ജ്യോത്സ്യരെ സംബന്ധിച്ച് അറിയേണ്ടത്. അതിലെ ചോദ്യമാണ് ഒരു രോഗപ്രശ്നം എന്ന് പറഞ്ഞ് വച്ചു കഴിഞ്ഞാൽ, അതിനു മുമ്പ് നമ്മൾ ആരൂഢം എടുക്കുന്നത് കവടി, നമ്മൾ നേരത്തെ പഠിച്ചു, കവടി വെച്ച് ആരൂഢം എടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ആരൂഢം എടുക്കുന്നത് ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഇടും. പ്രാക്ടിക്കൽ ക്ലാസ് ഇട്ട് പറഞ്ഞു തരും. ആരൂഢം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവടി കറക്കിയിട്ട്, സാധാരണയായിട്ട് എടുക്കുന്ന അങ്ങനെയാണ്. അല്ലെങ്കിൽ സ്വർണം വരുന്ന കക്ഷിയെ കൊണ്ട്, പ്രസ്താവനെ കൊണ്ട് സ്വർണം വപ്പിച്ചും എടുക്കാറുണ്ട്. അല്ലെങ്കിൽ കവടി കറക്കി ഒരു ആരൂഢം എടുക്കുമ്പോൾ ഒരു രാശി കിട്ടും. ആ രാശിയാണ് ആരൂഢ രാശി എന്ന് പറയുന്നത്. ആരൂഢത്തിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു കക്ഷി വരുമ്പോൾ എനിക്ക് രോഗമുണ്ട്, രോഗപ്രശ്നമാണ് എന്ന് പറഞ്ഞ്, രോഗപ്രശ്നത്തിനാണ് ഈ പറയുന്നതെല്ലാം ബാധകം വരുന്നത്. രോഗപ്രശ്നം എന്ന് പറഞ്ഞ് വയ്ക്കുന്നതിനാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ സന്താന പ്രശ്നം വച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇനി രോഗത്തിനെ കുറിച്ച് ചിന്തിക്കരുത്. വിവാഹ പ്രശ്നം വച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇനി രോഗപ്രശ്നം ചിന്തിക്കരുത്. അല്ലെങ്കിൽ തൊഴിൽ എപ്പോഴും കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ കവടി വെച്ചപ്പോൾ ആരൂടെ എടുത്തിട്ട് അതിനകത്ത് രോഗത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകരുത്. ചിന്തിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, ചിന്തിച്ചാൽ ശരിയാവില്ല. അപ്പോൾ രോഗപ്രശ്നം എന്ന് പറഞ്ഞ ഒരാൾ ഒരു രോഗപ്രശ്നം വെച്ച് നമുക്കൊരു ആരൂഢം കിട്ടി, അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് ആരൂഢത്തിൽ നിന്ന്, അല്ലെങ്കിൽ ലഗ്നം വേണമെങ്കിൽ ലഗ്നവും എടുത്തോളാം. വിളിച്ച സമയം വെച്ചിട്ട് ലഗ്നം വേണമെങ്കിൽ ലഗ്നവും എടുത്തോളാം. ഒരാൾ നമ്മളെ വിളിക്കുകയാണ്, വിളിക്കുന്ന സമയത്തുള്ള ലഗ്നത്തിനെ വെച്ചിട്ടും എടുക്കാം. ആ സമയത്തുള്ള ഗ്രഹനിലയെ തയ്യാറാക്കിയിട്ട് അതും എടുക്കാം. അത് നമ്മൾ എന്തെടുക്കുന്നുവോ അതിൽ നിന്ന്, ഒന്നുകിൽ ലഗ്നമാണ് എടുക്കുന്നെങ്കിൽ ലഗ്നത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആരൂഢത്തിൽ നിന്ന്. 3-11 പാപൻ വരിക. ശുഭന്മാർ കേന്ദ്ര ത്രികോണ 2-11 വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 3-ലും 11-ലുമായിട്ട് പാപന്മാർ വരും. 6-ലെടുക്കരുത്. 3-ലും 11-ലുമായിട്ട് പാപന്മാരും പോയി. കേന്ദ്രം ത്രികോണം 2-11 ശുഭന്മാരും വന്നാൽ അദ്ദേഹത്തിന് ഒരു രോഗവും ഇല്ല എന്ന് പറയുന്നു. മാന്നി കേന്ദ്ര ത്രികോണ 8 ബാധാസ്ഥാനത്ത് വരരുത്. അപ്പോൾ 3 കണ്ടീഷൻ ഇങ്ങനെ കാണാതെ പഠിക്കണം, പഠിച്ചാലേ പറ്റും. പാവന്മാര് 3-ലും 11-ലും വരണം. ശുഭന്മാര് കേന്ദ്ര ത്രികോണ 2-11 വരണം. മാന്നി കേന്ദ്രത്തിലോ ത്രികോണത്തിലോ 8-ലോ ബാധാസ്ഥാനത്തോ വരരുത്. എങ്കിൽ അദ്ദേഹത്തിന് ഒരു രോഗവും ഇല്ല എന്ന് പറയണം. രോഗമൊന്നുമില്ല,
രോഗം വരേണ്ട ചാൻസും ഇല്ല, ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞു തരുന്നത് എന്താണ് മനസ്സിലായത്? പാപന്മാർ 3:11 ശുഭന്മാർ കേന്ദ്രത്തിലും ത്രികോണത്തിലും. കേന്ദ്രം എന്ന് പറയുമ്പോൾ 1, 4, 7, 10. ത്രികോണം എന്ന് പറയുമ്പോൾ 1, 5, 9, 2, 11. ഇത്രയും സ്ഥാനങ്ങളിൽ ശുഭന്മാർക്ക് നല്ല സ്ഥാനമെന്ന് അർത്ഥം. കേന്ദ്രവും ത്രികോണവും 2ഉം 11ഉം ശുഭന്മാർക്ക് നല്ല സ്ഥാനങ്ങൾ. പാപന്മാർക്ക് 3, 6, 11 നല്ല സ്ഥാനം. അതിൽ 6 രോഗപാപമായതുകൊണ്ട് 6നെ വിട്ടു. 3ഉം 11ലും പാപന്മാരും വന്ന്, കേന്ദ്ര ത്രികോണ 2, 11 ശുഭന്മാരും വന്ന്, മാന്നി കേന്ദ്രത്തിലോ ത്രികോണത്തിലോ 8ലോ വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു രോഗവും ഇല്ല. രോഗം അങ്ങനെ ഉണ്ടെങ്കിലും അതൊക്കെ മാറിപ്പോവും, വേറെ തകരാറില്ല എന്ന് പറയണം. ഇനി എല്ലാം ഇങ്ങനെ വരണമെന്നുള്ള നിർബന്ധമില്ല. ചിലപ്പോഴോ കേന്ദ്രത്തിലെ 2ഇടത്ത് ശുഭന്മാർ നിൽക്കും, ഒരു ശുഭൻ വന്നിട്ട് 3ന് പോയി. അങ്ങനെയൊക്കെ മാറിയും മറിഞ്ഞും വന്നാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വന്നാൽ മിശ്രിതമായി പറയണം. രോഗം ഉണ്ടെങ്കിലും മാറും, വലിയ മൂർച്ഛിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നത്, പാപന്മാരും 3ലും 11ലും വരുന്നത് രോഗം ഇല്ലാത്തതിന്റെ ലക്ഷണം. പാപന്മാര് 3ലും 11ലും വരികയും ശുഭന്മാര് കേന്ദ്ര ത്രികോണ 2, 11 വരികയും മാന്നി കേന്ദ്ര ത്രികോണ അഷ്ടമങ്ങളിൽ വരാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രോഗമൊന്നും ഇല്ല എന്ന് പറയണം. ഇനി എല്ലാം ഇങ്ങനെ ഒത്തു വരുമോ? ഒരാൾ മറുപടി പറയണം. എല്ലാം ഇങ്ങനെ ഒത്തു വരുമോ? വരൂല, അങ്ങനെ വരൂല. അങ്ങനെ വരൂല. ചിലപ്പോൾ ഒരു പാപൻ വന്നിട്ട് കേന്ദ്രത്തിൽ കയറി നിൽക്കും, ഒരു ശുഭൻ വന്നിട്ട് 12ൽ പോയി, അല്ലെങ്കിൽ ഒരു മാന്തി വന്നിട്ട് അഷ്ടമത്തിൽ വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, മിശ്രിതമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പറയേണ്ടി വരും. രോഗം ഉണ്ട്, പക്ഷെ അത് വലുതായിട്ട് മൂർച്ഛിക്കില്ല എന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയേണ്ടി വരും. ഇതാണ് ആദ്യമായിട്ട് അറിയേണ്ട കാര്യം. സമ്മിശ്രിതമായിട്ടേ വരുള്ളൂ. കാരണം ഇവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഒരിക്കലും വരില്ല. ഒരാൾ രോഗം ഇല്ലാതെ ഒരാൾ നമ്മുടെ അടുത്ത് വരില്ലല്ലോ. രോഗപ്രശ്നം വയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജ്യോത്സ്യരെ കണ്ട് രോഗപ്രശ്നം വയ്ക്കണമെങ്കിൽ അവർ ആശുപത്രിയിൽ പോയി അലോപ്പതി മരുന്നും കഴിച്ച്, ആയുർവേദവും കഴിച്ച്, ഹോമിയോപ്പതിയൊക്കെ കഴിച്ച്, എല്ലാമൊക്കെ നോക്കി, ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് അതിൽ ഒന്നിലും സുഖമില്ലാതെ വരുമ്പോഴേ സാധാരണയായിട്ട് നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെയേ ജ്യോത്സ്യരെ കാണാൻ വരുള്ളൂ. ചാടിക്കയറി വരില്ല. പെട്ടെന്ന് ഒരു രോഗം വന്ന ഉടൻ ജ്യോത്സ്യരെ കാണാൻ ആരും വരില്ല. ആശുപത്രിയിലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ച് അതിലൊന്നും സുഖമില്ലാതെ വരുമ്പോൾ സംശയം തട്ടും. ഒരു ഡോക്ടർ പറയണേ ടെസ്റ്റിങ്ങിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നുന്നതാണ് അസുഖം, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ഇയാൾക്ക് യഥാർത്ഥ അസുഖമുണ്ട്, അദ്ദേഹത്തിനെ അറിയാവുണ്ടെന്ന് വരുമ്പോൾ സംശയം വരും. സമയസംബന്ധമായ ദോഷമാണ്. അപ്പോൾ ഒരു ജ്യോത്സ്യരെ കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണാൻ വരും. രോഗം തീർച്ചയായിട്ടും ഉണ്ടാവും, സമയസംബന്ധമായ ദോഷം. 3ലും 11ലും പാപന്മാരും കേന്ദ്ര ത്രികോണ 2, 11 ശുഭന്മാരും മാന്തി കേന്ദ്രത്തിലോ ത്രികോണത്തിലോ 8ലോ വരാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രോഗമില്ല. പക്ഷെ ഇത് ഇങ്ങനെ വരണമെന്നുള്ള നിർബന്ധമില്ല, സമ്മിശ്രിതമായി വരുള്ളൂ. എങ്കിൽ സമ്മിശ്രിതമായ ഫലം പറയണം. ഇനി അടുത്ത ഈ ശരീരഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളെ അറിയാമോ? ഗ്രഹങ്ങളും ശരീര അവയവങ്ങളും. ഗ്രഹങ്ങളും ശരീര അവയവങ്ങളും. ശരീര അവയവം എന്ന് വെച്ചാൽ നമ്മുടെ തല, മുഖം, മാറിടം, തുടകള്, വയറ്, ഹൃദയം, കാൽമുട്ട്, പാദം, ഇങ്ങനെയൊക്കെയുള്ള ശരീരഭാഗങ്ങളുണ്ട്. ഇതിന് നമ്മുടെ ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ശനി, വ്യാഴം, ബുധൻ, രാഹു, കേതുക്കൾ, ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ്? ചൊവ്വ ശരീരത്തിന്റെ ഏത് ഭാഗത്തിനെ സൂചിപ്പിക്കുന്നു? ആർക്കെങ്കിലും പറയാമോ? തലഭാഗം. തല. ശുക്രനോ? ആദ്യം എളുപ്പം ഒരു വഴി പറഞ്ഞുതരാം.
മുഖം. രാശി ചക്രത്തില് ആദ്യത്തെ രാശി ആരുടെ രാശി? ചൊവ്വയുടെ രാശി. ചൊവ്വ. രണ്ടാമത്തത് ശുക്രന്റെ. മൂന്നാമത്തത് ബുധൻ, നാലാമത്തത് ചന്ദ്രൻ, അഞ്ചാമത്തത് സൂര്യൻ. പിന്നെ അടുത്ത റിപ്പീറ്റേഷൻ ആണ്. ബുധൻ, ശുക്രൻ, ചൊവ്വ. റിപ്പീറ്റേഷൻ, 3 റിപ്പീറ്റേഷൻ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത് വ്യാഴം, പിന്നെ 2 ശനിയുടെ, അടുത്ത് വീണ്ടും വ്യാഴത്തിന്റെ. അപ്പോൾ ഇത് ഇങ്ങനെ പഠിച്ചു വച്ചിരുന്നാൽ എളുപ്പം. ഇതിനെ ശരീരത്തിന്റെ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയെടുക്കാൻ എളുപ്പം. കാണാതെ പഠിക്കുകയേ വേണ്ട. അപ്പോൾ രാശി ചക്രത്തില് ആദ്യത്തെ രാശി ചൊവ്വയുടെ, രണ്ടാമത്തത് ശുക്രന്റെ, മൂന്നാമത്തത് ബുധന്റെ, നാലാമത്തത് ചന്ദ്രന്റെ, അഞ്ചാമത്തത് സൂര്യന്റെ. 6ഉം 7ഉം 8ഉം റിപ്പീറ്റേഷനാണ്. ബുധൻ, ശുക്രൻ, ചൊവ്വ. വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഇനി അടുത്ത് 9ാമത്തത് വ്യാഴത്തിന്റെ, 10ഉം 11ഉം ശനിയുടെ, 12 വ്യാഴത്തിന്റെ. ഇതില് ആദ്യത്തത് ചൊവ്വയുടെ. ചൊവ്വ തലയെ സൂചിപ്പിക്കുന്നു. എളുപ്പ വഴി നോക്കിക്കൊള്ളണം, എളുപ്പം പഠിക്കാം. ചൊവ്വ തലയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത് ശുക്രന്റെ. ശുക്രൻ മുഖത്തിനെ സൂചിപ്പിക്കുന്നു. മുഖം എന്ന് പറയുമ്പോൾ മുഖം, കണ്ണ്, അതെല്ലാം വരും അവിടെ. മൂന്നാമത്തത് ബുധന്റെ. ബുധൻ കഴുത്തും കൈകളും. കഴുത്ത്, തൊണ്ട, കഴുത്ത്, കൈകളൊക്കെ വരും. മൂന്നാമത്തെ ഭാഗം. 4 ചന്ദ്രന്റെ രാശി. കർക്കടകവും ചന്ദ്രന്റെ രാശിയും 4. അത് നെഞ്ചിനെ സൂചിപ്പിക്കുന്നു. നെഞ്ച് അല്ലെങ്കിൽ ഹൃദയം. ഹൃദയത്തിന് ചന്ദ്രൻ. ചന്ദ്രനും കർക്കടകവും ഹൃദയത്തിനെ സൂചിപ്പിക്കുന്നു. അടുത്ത വയറ്. ചിങ്ങവും സൂര്യനും വയറിനെ സൂചിപ്പിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് 3ഉം റിപ്പീറ്റേഷൻ. അത് കഴിഞ്ഞ് നേരെ എവിടെ പോകണം? മകരം. ചിങ്ങം കഴിഞ്ഞാൽ നേരെ എവിടെ പോകണം? ധനു. ധനുവും വ്യാഴവും തുടകളെ സൂചിപ്പിക്കുന്നു. തുടഭാഗം. തുടഭാഗത്തെ സൂചിപ്പിക്കുന്നു. തുടകൾ. ശനി കാൽമുട്ട്, രാഹു കാൽപാദം. ഇതിന് ഒരുപാട് ജ്യോതിഷം കംപ്ലീറ്റ് ഒരുവിധമൊക്കെ നമ്മൾ പ്രശ്നമാർഗം ജ്യോതിഷം പൂർണ്ണമായിട്ടും പഠിച്ചു തീർക്കാൻ പറ്റില്ല. പ്രശ്നമാർഗം ഒരുവിധമൊക്കെ വായിച്ച് തീരുമ്പോഴും, ഹോരാശാസ്ത്രം വായിച്ച് തീരുമ്പോഴും നമുക്കിതൊക്കെ കംപ്ലീറ്റ് മനസ്സിലാവും. 1ഉം 2ഉം ചാപ്റ്റർ പഠിച്ചാൽ പോരാ, കംപ്ലീറ്റ് മനസ്സിലാവും. അപ്പോൾ ചൊവ്വയെ കൊണ്ട് തലയെ ചിന്തിക്കുക. ശുക്രൻ, അടുത്ത രാശി ശുക്രന്റെ രാശി. അപ്പോൾ അടുത്ത ശുക്രനെ പിടിക്കണം. അങ്ങനെയും മനസ്സിനകത്ത് ഓർമ്മ വരണം. ആദ്യം ചൊവ്വയുടെ രാശി, രണ്ടാമത് ശുക്രന്റെ രാശി, മൂന്നാമത് ബുധന്റെ, നാലാമത് ചന്ദ്രന്റെ, അഞ്ചാമത് സൂര്യന്റെ, 6ഉം 7ഉം 8ഉം വേണ്ട റിപ്പീറ്റേഷൻ. 9ാമത്തത് വ്യാഴത്തിന്റെ, 10ഉം 11ഉം ശനിയുടെ, 12 വ്യാഴത്തിന്റെ. അപ്പോൾ 1. അപ്പോൾ ഇതിന് ശരീരാവയവത്തിന് എങ്ങനെ എടുക്കണം? തല, മുഖം, കഴുത്ത്, കൈകള്, നെഞ്ച്, ഹൃദയം, വയറിന്റെ ഭാഗം. പിന്നെ ഗുഹ്യപ്രദേശത്തിനെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. അത് കഴിഞ്ഞ് നേരെ തുടയ്ക്കാണ് വരുന്നത്. തുട, കാൽമുട്ട്, കാൽപാദം. ഇതിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ ഈ ഗ്രഹങ്ങൾക്ക് തന്നെ വരുള്ളൂ. അതില് ചൊവ്വ തലയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ലഗ്നെ കുജേ ക്ഷതതനു കേട്ടിട്ടുണ്ടോ? ഞാൻ പഠിപ്പിച്ചു. ചൊവ്വ പഠിപ്പിച്ചു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ലഗ്നെ കുജേ ക്ഷതതനു. ലഗ്നത്തിൽ ചൊവ്വ നിന്നാൽ ശരീരത്തിന് ക്ഷതമുണ്ടാകും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലഗ്നത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തലയ്ക്കടി പറ്റും. അതിൻ്റെ സമയം വരുമ്പോൾ, ചൊവ്വയുടെ ദശ അപകാരം വരുമ്പോൾ, ചൊവ്വാഴ്ച ആരവശാൽ ലഗ്നത്തിലൊക്കെ വരുന്ന സമയത്ത് തലയ്ക്കടി വിട്ടു തുടങ്ങി. വണ്ടിയിലൊക്കെ വീഴുന്നവരാണെങ്കിൽ തലയ്ക്ക് കറക്റ്റാ കിട്ടിയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർ ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യണം. അല്ലാതെ യാത്ര ചെയ്യരുത്, ബൈക്കിൽ യാത്ര ചെയ്യരുത്. അവർക്ക് കിട്ടുകയാണെങ്കിൽ തലക്കേ കിട്ടുകയുള്ളൂ. അപ്പോൾ ചൊവ്വയെ കൊണ്ട് തലയെ ചിന്തിക്കുക, ശുക്രനെ കൊണ്ട് മുഖത്തിനെ ചിന്തിക്കുക. അടുത്ത് ബുധന്റെ രാശി, കഴുത്തും കൈകളും. പിന്നെ അടുത്ത് കർക്കിടകം, അതായത് മേടവും എന്ത് ചെയ്യിക്കണം? മേടവും ചൊവ്വയും കൊണ്ട് തലയെ ചിന്തിക്കുക. ഇടവവും എന്ത് പറയണം? ശുക്രനും. മിഥുനവും ബുധനും കൊണ്ട് കഴുത്തും കൈകളെയും ചിന്തിക്കുക.
ചന്ദ്രനും കർക്കിടകവും ഹൃദയം, സൂര്യനും ചിങ്ങവും വയറ്, ഗുരുവും ധനുവും തുടകള്, മന്ദനും മകരം കുംഭവും കാൽമുട്ട്, സർപ്പൻ കാൽപാദം, മീനമൊക്കെ കാൽപാദം, മീനം കാൽപാദത്തിന്റെ സ്ഥാനമാണ്. ഇങ്ങനെ നമ്മൾ എടുക്കണം. ഇവയില് എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബലഹാനിയോടുകൂടി അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അവയവത്തിൽ രോഗമുണ്ടാകും എന്നാണ് എടുക്കേണ്ടത്. ബലമില്ലാതെ ലഗ്നത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ തലയ്ക്കടി കിട്ടും. മേടത്തിൽ ചൊവ്വ നിൽക്കുകയാണ്. ഇപ്പം മേടത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പിന്നെ ബലമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇടവത്തിൽ ശുക്രൻ നിന്നാലും ബലമില്ല എന്ന് പറയാൻ പറ്റില്ല. മിഥുനത്തിൽ ബുധൻ നിന്നാലും ബലമില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല എടുക്കേണ്ടത്. ബലമില്ലാതെ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അവയവത്തിൽ രോഗമുണ്ടാകും. ഇപ്പോൾ ചൊവ്വ ബലമില്ലാതെ കർക്കടകത്തിൽ നിൽക്കുകയാണെന്ന് കരുതുക. തലയിൽ തന്നെ മേടത്തിൽ തന്നെ നിൽക്കണമെന്നുള്ള നിർബന്ധമില്ല. ചൊവ്വ കർക്കടകത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ചൊവ്വ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നു, 12 നീചം ഭവിച്ച് 12 പോയി, അല്ലെങ്കിൽ ശത്രുക്ഷേത്രത്തിൽ 8 നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നവർക്ക് തലയ്ക്ക് അടി കിട്ടാൻ ചാൻസ് വരും. ചൊവ്വ അനിഷ്ട സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബലമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ തല സംബന്ധമായ മുറിവുകളും കാപ്പാടുകളും ഉണ്ടാവും. ബുധന് ബലമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ കഴുത്ത്, തൊണ്ട, കഴുത്തിനൊക്കെ കുഴപ്പമുണ്ട്. തൈറോയിഡിന്റെ പ്രശ്നമൊക്കെ വരും. ശുക്രന് ബലമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ മുഖത്തിന് കുഴപ്പം വരും. ചന്ദ്രന് ബലമില്ലാതെ വന്നാൽ ഉറപ്പാണ് ഹൃദയ സംബന്ധമായ പ്രശ്നം. നമ്മൾ ചന്ദ്രനെ കുറിച്ച് നേരത്തെ പഠിച്ചു. രക്തത്തിന്റെ കാരകത്വം ചന്ദ്രന് ബലമില്ലെങ്കിൽ നമ്മൾ ഒന്ന് പഠിച്ചല്ലോ. ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത് കൂടുതലും മൺഡേ മോർണിംഗ് എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. നമ്മുടെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രസന്ന സാർ ഭംഗിയ പറഞ്ഞു തന്നിട്ടുണ്ട്. മൺഡേ മോർണിംഗിലാണ്. മൺഡേ മോർണിംഗിൽ അതൊക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ ഓർമ്മിച്ച് വരണം. ഇങ്ങനെ ഏത് ഗ്രഹത്തിന് ബലമില്ലാതെ അനിഷ്ടസ്ഥിതിയിൽ പോയോ ആ അവയവത്തിന് കുഴപ്പമുണ്ടാകാൻ വഴിവരും. അപ്പോൾ നമ്മളൊരു പ്രശ്നമൊക്കെ വച്ചിട്ട് വരുമ്പോൾ ചൊവ്വയ്ക്ക് ബലമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ തലയ്ക്ക് എന്തെങ്കിലും തലവേദനയോ തലയ്ക്ക് എന്തെങ്കിലും അടി പറ്റുകയോ തല സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, തലവേദനയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരെന്തെന്ന് പറയും, കറക്റ്റാ പറയും. അല്ലെങ്കിൽ ശരിക്ക് ബലമില്ലാതെ നിൽക്കുകയാണ്, കാൽമുട്ടിനും കണങ്കാലിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ അവർ ഉടൻ പറയും മുട്ടുവേദനയാണ്, കുറേ ദിവസം കൊണ്ട് മുട്ടുവേദന, കാല് നല്ല വേദനയുണ്ട് എന്നവർ പറയും. അതുപോലെ സൂര്യന് അനിഷ്ടത്തിന് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ വരും. സൂര്യൻ ചിങ്ങൻ രാശിയുടെ ഫലം ഒന്ന് പറഞ്ഞു നോക്കണം ആരെങ്കിലും. ചിങ്ങൻ രാശിയുടെ ആ ശ്ലോകം അറിയാമോ? ചിങ്ങൻ രാശി: തീഷ്ണ, സ്ഥൂലകനു, വിശാലവദന, പിംഗലേക്ഷണ, അല്പാച്വത, ശത്രു, ഉഷ്ണ, ഉദര, ദന്ത, മാനസരുച. ഓർമ്മയുണ്ടോ? ചിങ്ങൻ രാശി: ഉഷ്ണ, ഉദര, ദന്ത, മാനസരുച. ചിങ്ങൻ രാശിയിൽ ജനിക്കുന്നവർക്ക് ഉദര സംബന്ധമായ രോഗം വരും എന്ന് പറയേണ്ട കാര്യം എന്താണ്? ചിങ്ങൻ രാശി ഏത് ഭാഗത്തിനെ സൂചിപ്പിക്കുന്നു? വയറിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ചിങ്ങൻ രാശിയും സൂര്യനും. അതാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. ഇനി പറയുന്നത് മനസ്സിലാകുന്നുവോ ഇല്ലയോ? ചിങ്ങൻ രാശിയെ കുറിച്ച് പഠിച്ച സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു: ശത്രു, ഉഷ്ണ, ഉദര, ദന്ത, മാനസരുച. ഉദരത്തിനും മനസ്സിനെ ബാധിക്കും. മനസ്സിനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ സൂര്യൻ ചിങ്ങൻ രാശി എത്രാമത്തെ രാശിയാണ്? 5ാമത്തെ. അഞ്ചാം ഭാവം കൊണ്ട് എന്തിനാ ചിന്തിക്കാം? മനസ്സ്. അതാണ് മാനസരുച എന്ന് പറഞ്ഞത്. 5ാം ഭാവം കൊണ്ട് മനസ്സിനെ ചിന്തിക്കാം, 5ാം ഭാവം കൊണ്ട് വയറിനെ ചിന്തിക്കാം. ചിങ്ങൻ രാശിയെ കൊണ്ട് വയറിനെ ചിന്തിക്കണം. അതാണ് മനസ്സിനും വയറിനും കുഴപ്പമുണ്ടാകും എന്ന് പറയേണ്ട റീസൺ അതാണ്. ഈ റീസൺ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യവും കാണാതെ പഠിക്കേണ്ട, ടക്കനെ വരും. അതിൻ്റെ ഐഡിയ മനസ്സിലാകണം. അതാണ് ഇതിൻ്റെ കാര്യം. ഇനി അടുത്ത് വേറെ ഒരു അപ്രോച്ച് ഉണ്ട്. ഇത് ഒരു രീതി. ഇനി ഒരു രീതി കൂടി ഉണ്ട്.
ലഗ്നം എന്ന് പറയുമ്പോൾ ഏത് രാശി വേണമെങ്കിലും ലഗ്നം വരാം. മേടം വരാം, ഇടവം വരാം, മിഥുനം വരാം, കർക്കടകം വരാം, ചിങ്ങം വരാം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഓരോരുത്തരും ഓരോ ലഗ്നമാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ ലഗ്നക്കാരാണ്. ലഗ്നവും ലഗ്നാധിപനും തലയെ സൂചിപ്പിക്കുന്നു. ഇത് വേറെ ഒരു അപ്രോച്ചാണ്. ലഗ്നവും ലഗ്നാധിപനും തലയെ സൂചിപ്പിക്കുന്നു. അപ്പൊ രണ്ടാം ഭാവവും രണ്ടാം ഭാവാധിപനും എന്തിനെ സൂചിപ്പിക്കും? പറഞ്ഞു നോക്കണം. മുഖം. മൂന്നാം ഭാവവും മൂന്നാം ഭാവാധിപനും കഴുത്തും കൈകളും. നാലാം ഭാവവും നാലാം ഭാവാധിപനും നെഞ്ചും ഹൃദയവും. നെഞ്ച്. അഞ്ചും അഞ്ചാം ഭാവാധിപനും വയറ്. ആറും ആറാം ഭാവാധിപനും അടിവയറ് പറയാം. ഏഴും ഏഴാം ഭാവാധിപനും വസ്തിപ്രദേശം അല്ലെങ്കിൽ ഇടുപ്പ്. വസ്ത്രം ചുറ്റിക്കെട്ടി ഉടുക്കുന്ന സ്ഥലം. വസ്ത്രം ഇടുപ്പ് എന്ന് പറയാം. ഇടുപ്പ് എല്ല് അതൊക്കെ പറയാം. 7 കൊണ്ട്. 8 കൊണ്ട്, 8ഉം 8ആം ഭാവോദിയും കൊണ്ട് പറയുന്നത് മുഖ്യഭാഗം, നമ്മളെ സീക്രട്ട് പാർട്സ്, ലൈംഗിക അവയവങ്ങൾ, സീക്രട്ട് പാർട്സ്. 9ഉം 9ആം ഭാവം കൊണ്ടും തുടയ പറയാം. 10ഉം 10ആം ഭാവം കൊണ്ട് കാൽമുട്ട്. 11ഉം 11ആം ഭാവം കൊണ്ട് കണങ്കാല്. 12ഉം 12ആം ഭാവവും കൊണ്ട് കാൽപാദം. ഇത് ഇങ്ങനെ ലെവലായിട്ട് പഠിച്ചു വച്ചിരുന്നാൽ എളുപ്പമുണ്ട്. ഇങ്ങനെ ഇത് കാണാതെ പഠിക്കാൻ പറ്റൂല, മനസ്സിലാക്കാനേ പറ്റൂ. ഒരു പ്രാവശ്യം മനസ്സിലാക്കിയിട്ട് വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒന്നിങ്ങനെ മനസ്സിനകത്തൊന്ന് നീട്ടി ആലോചിച്ച് നോക്കണം. ആലോചിച്ച് നോക്കിയിട്ട് കിടന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോഴും മനസ്സിനകത്ത് വെച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് സംശയം ഉണ്ടെങ്കിൽ വേറെ നാണക്കേടൊന്നും വിചാരിക്കണ്ട, ഒന്ന് ബുക്ക് തുറന്ന് നോക്കണം, എന്നാലേ പഠിക്കാൻ പറ്റൂ. ഇതിങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ ഓർത്തിക്കണം. ലഗ്നവും ലഗ്നാധിപനും തല, രണ്ടാം ഭാവവും രണ്ടാം ഭാവാധിപനും മുഖം, മൂന്നാം ഭാവവും മൂന്നാം ഭാവാധിപനും അതിൻ്റെ അടുത്ത ഭാഗം കഴുത്തും കൈകളും, നാലാം ഭാവവും നാലാം ഭാവത്തിനും നെഞ്ച് ഹൃദയമൊക്കെ പറയാം. 5ഉം 5ആം ഭാവത്തിനും വയറും ഹൃദയത്തിന്റെ അടിഭാഗവും ഒക്കെ വരും. 6ഉം 6ആം ഭാവാധിപനും അടിവയറ് വരും. 7ഉം 7ആം ഭാവാധിപനും വസ്ത്രം ചുറ്റിക്കെട്ടി കൊടുക്കുന്ന സ്ഥലം, വസ്തി പ്രദേശം അല്ലെങ്കിൽ ഇടുപ്പ്. 8ഉം 8ആം ഭാവത്തിനും ഓർമ്മ വരും മുഖ്യഭാഗം. 9ഉം 9ആം ഭാവത്തിനും തുടകളും. 10ഉം 10ആം ഭാവാധിപനും കാൽമുട്ട്. 11ഉം 11ആം ഭാവാധിപനും കണങ്കാല്. 12ഉം 12ആം ഭാവത്തിനും കാൽപാദം. ഇങ്ങനെ എടുക്കണം. ഇതിൽ എവിടെയാണ് പാപഗ്രഹം ബലമില്ലാതെ നിൽക്കുന്നു അവിടെ കുഴപ്പമുണ്ടാകും എന്ന് പറയണം. ഇതിൽ ഏത് പാവത്തിന് പാപഗ്രഹം നിൽക്കുന്നു ആ പാവത്തിന് കുഴപ്പമുണ്ടാകും. പാപഗ്രഹം ബലമില്ലാതെ നിൽക്കണം. പാവാധിപൻ ഭാവത്തിൽ നിന്ന കുഴപ്പം. ഇപ്പം ശനി വന്നിട്ട് കുംഭത്തിൽ ശനി നിൽക്കുന്നു, അതിന് വലിയ കുഴപ്പമൊന്നും വരില്ല. പക്ഷെ അവിടെ ഇപ്പോൾ ചൊവ്വയും കൂടി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പം വരും. പാവത്തില് ഇതിൽ ഏത് പാവത്തില് പാപഗ്രഹം ബലമില്ലാതെ നിൽക്കുന്നു അവിടത്തേക്ക് കുഴപ്പമുണ്ടാകും. ഒരു രോഗപ്രശ്നത്തിലാണ് ചിന്തിക്കേണ്ടത്. ആ ഭാഗത്ത് നമ്മൾ അങ്ങനെ നോക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞത് ഒരു രീതി, ഇത് വേറൊരു രീതി, 2 രീതിയിലും പറയാം. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരാള് മേട ലഗ്നം, ശ്രദ്ധിച്ച് കേട്ടോളൂ, 12 രാഹു നിൽക്കുകയാണ്, എവിടെ കുഴപ്പം വരാം? വാദരോഗം, കാൽപാദം. വളരെ കറക്റ്റ്. അതായത് മേട ലഗ്നത്തിന് 12 എന്ന് പറയുന്നത് മീനൻ രാശിയല്ലേ? അതെ. 12 എന്ന് പറയുന്നത് ഏതാണ്? ഏത് ശരീരത്തിന്റെ ഏത് ഭാഗം? രാഹുവിനെ കൊണ്ട് എന്തിനാ ചിന്തിക്കാം? കാൽപാദം. 2 കൊണ്ടും കറക്റ്റ് ആവുന്നു. അപ്പോൾ ധൈര്യമായിട്ടും പറയാം, രാഹുവിനെ കൊണ്ട് കാൽപാദത്തിനെ ചിന്തിക്കണം. രാഹു നിൽക്കുന്നത് 12-ലുമാണ്. അപ്പോൾ 2 കൊണ്ടും 12ആം ഭാവം കൊണ്ട് കാൽപാദം, രാഹു ചിന്തിക്കേണ്ടതും കാൽപാദം, 2 കൂടി ഒരുമിച്ച് വന്നു. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് കാൽപാദത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ലെങ്കിൽ പറയണം, ഒന്ന് തട്ടോ മുട്ടോ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്, സൂക്ഷിച്ചോളണം എന്ന് പറയണം. വിട്ടുകൊടുക്കരുതേ, നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. കേതുവിനെ കുറിച്ച് ഒന്നും ഒരിടവും പറയുന്നില്ല.
കേതു അത്രയും ഒരു കുറിച്ചൊന്നും ഒരിടവും പറയുന്നില്ല. 8 ഗ്രഹങ്ങൾ പറയുമ്പോൾ 7 ഗ്രഹവും കഴിഞ്ഞ് 8ാമത്തെ രാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. കേതുവിന് രാഹുവിനെ പോലെ പറയാം. രാഹുവിന്റെ സ്ഥാനം കേതുവിനും കൽപ്പിക്കാം. ശരി. കൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ചൊവ്വയുടെ ഫലം കേതുവിന് പറയാവുന്നതാണ്, ശനിയുടെ ഫലം രാഹുവിനും പറയാം. അപ്പോൾ 2 രീതിയിലും നോക്കണം നമ്മൾ. ആദ്യം ശരീര അവയവം വെച്ച് നോക്കണം, അത് കഴിഞ്ഞിട്ട് ലഗ്നം വെച്ച് നോക്കണം. ഇത്രയും ഒരു സെറ്റായി, ഇത്രയും ഒന്ന് നോട്ടായിട്ട് എഴുതാം. എഴുതിയിട്ട് ഇത് കാണാതെ പഠിക്കാനൊന്നും പറ്റിയതല്ല, മനസ്സിലാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ വരും. കറക്റ്റാ ഒരു രോഗപ്രശ്നം എടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റാണ്. അതുപോലെ സാറേ, നമ്മളിപ്പം സാറിന് ചിങ്ങൻ രാശിയെ കുറിച്ച് ശ്ലോകം ചൊല്ലിയില്ലേ സാറേ? അതെ, ആ ശ്ലോകം നമുക്ക് ഒന്ന് എഴുതി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നായിരുന്നു. നമ്മൾ ചിങ്ങൻ രാശിയെ കുറിച്ച് സ്പെഷ്യലാ പഠിച്ചില്ല. സൂര്യൻ പറഞ്ഞു പോയപ്പോൾ അതിന്റെ ഉച്ചക്ഷേത്രം, സ്വക്ഷേത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോയുള്ളൂ. പിന്നെ ഓരോ ഭാവത്തിൽ നിന്നുള്ള രണ്ടാമത് പഠിപ്പിച്ചു. സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് ആദ്യം നിങ്ങൾക്ക് എടുക്കാതിരുന്നിട്ട് രണ്ടാമത് എടുത്തു. ക്ലിയറാ പഠിപ്പിച്ചു. ചിലപ്പോ സാർ ഇല്ലായിരുന്നോ എന്നറിയില്ല. ക്ലിയറാ പഠിപ്പിച്ചു. രണ്ട് ബാച്ചിനും പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ ബാച്ചിന് ചൊവ്വ മുതലാണ് തുടങ്ങിയതെങ്കിലും രണ്ടാമത് സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് രണ്ടാമത് ഒന്നെന്ന് വ്യക്തമായിട്ട് പഠിച്ചു. വളരെ അറ്റൻഡ് ചെയ്തിരിക്കില്ല. വളരെ ഭംഗിയാ പറഞ്ഞു തന്നു. കാരണം സൂര്യനെ കുറിച്ച് പറയാതെ ഞാൻ പോവില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രഹമാണ്. അല്ല, സൂര്യനെ കുറിച്ച് നമ്മൾ ക്ലാസ് വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അതില് നമ്മൾ 16ാമത്തെ ചാപ്റ്ററിൽ 5ാമത്തെ ശ്ലോകം അങ്ങ് പഠിച്ചു വെച്ചാൽ അത് പഠിക്കുമ്പോൾ നമ്മൾ ഈണത്തില് നല്ല സംസ്കൃത ശ്ലോകം പറയാനൊക്കെ നല്ല രസമാണ്. പക്ഷെ അതിന്റെ വാക്കുകളെ പിരിച്ചെടുക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. നമ്മൾ വയലാറിന്റെയോ അല്ലെങ്കിൽ AR രാജയുടെയോ ഒക്കെ ഒരു പഴയ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ നല്ല ഈണമായിരിക്കും. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ പാട്ട് പാടരുത് എന്നാണ് പറഞ്ഞത്. പാട്ട് ഈണത്തിൽ പാടുന്നത് നല്ലത്, പക്ഷെ അതിനെ തിരിച്ചെടുക്കാൻ പഠിക്കണം. ശത്രു ഉഷ്ണ ഉദര ദന്ത മാനസ രുച എന്നെടുക്കണം. ഉഷ്ണരോഗങ്ങൾ വരാം. ഉഷ്ണരോഗം എന്ന് പറയാൻ കാര്യം സൂര്യന്റെ രാശിയായതുകൊണ്ടാണ് ഉഷ്ണരോഗം പറഞ്ഞത്. സൂര്യൻ ഉഷ്ണത്തിന്റെ ആളാണ്. ദന്ത പല്ല്, സൂര്യന് പല്ലിന്റെ കാരകത്വമുണ്ട്. മാനസ 5ാം ഭാവമായതുകൊണ്ടാണ്, 5ാമത്തെ രാശിയായതുകൊണ്ട് മനസ്സ്. ഉദരം സൂര്യനും ചിങ്ങൻ രാശിയും ഉദരത്തിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണ്. എന്ത് കറക്റ്റാ ഒന്നും നോക്കണം. ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് രസം. ഇത്രയും ഭാഗത്തൊക്കെ കുഴപ്പമില്ല. അവിടെ ഒരു പാപഗ്രഹം കൂടി നിൽക്കുകയാണെങ്കിൽ ഉറപ്പ്, പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കണ്ട. കുഴപ്പം തന്നെയാണ്. ആ ഭാഗത്തേക്ക് കുഴപ്പമുണ്ടാവും. അതിന്റെ ദശയും അപകാരമൊക്കെ വരുമ്പോൾ അവിടത്തേക്ക് കുഴപ്പമുണ്ടാക്കിയിട്ടേ പോകും. അപ്പോൾ ഇപ്പൊ ചിങ്ങൻ രാശിയിലെ ചൊവ്വ നിൽക്കുകയാണെന്ന് കരുതുക. ഒരാൾക്ക് ആ ചൊവ്വയുടെ അപകാരം വരുമ്പോൾ ധൈര്യമായിട്ട് ചോദിക്കാം, വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നല്ല മനസ്സിന് നല്ല അലട്ടുന്ന പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നമൊന്നും ചോദിച്ചാലേ അതിന് ആൾക്കാരൊന്നും നമ്മളെ ഓട്ടിച്ചു കളയും. മനസ്സിന് അലട്ടുന്ന പ്രശ്നങ്ങൾ, മനസ്സിനൊരു സമാധാനക്കുറവ്, മനസ്സിന് അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു. ഇത്രയൊന്ന് എഴുതാം. രോഗപ്രശ്നം, ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന രോഗമറിയാൻ വയ്ക്കുന്ന പ്രശ്നം. അടുത്ത പാരഗ്രാഫ് കഴിക്കണം. ഒരു രോഗപ്രശ്നത്തിൽ 3ലും 11ലും പാപന്മാർ വരിക.
3-ലും 11-ലും പാപന്മാർ വരിക. ശൂപ്പന്മാർ കേന്ദ്ര ത്രികോണ 2-11 വരിക. ശൂപ്പന്മാർ കേന്ദ്ര ത്രികോണ 2,11 വരിക. കേന്ദ്ര ത്രികോണ 8-ൽ മാന്നി വരാതിരിക്കുക. കേന്ദ്ര ത്രികോണ 8-ൽ മാന്നി വരാതിരിക്കുക. ബാധയും കൂടി ഏതാണോ? ബാധ എഴുതിക്കൊള്ളാം. ഓർമ്മയുണ്ടല്ലേ? ഞാൻ 2 പ്രാവശ്യം പറഞ്ഞിട്ട് 3-ാമത്തെ പ്രാവശ്യം മുതൽ അതിനെ വിട്ടു. അത് പിടിച്ചു കയറി. കൊള്ളാം. ബാധാസ്ഥാനത്ത് മാന്നി വരരുത്. ബുക്കിലത് പറയുന്നില്ല. കേന്ദ്ര ത്രികോണ 8 ബാധാസ്ഥാനം എന്നിവിടങ്ങളിൽ മാന്നി വരാതിരിക്കുക. അങ്ങനെയുള്ള ഗ്രഹനില വന്നാൽ രോഗങ്ങളൊന്നും ഇല്ല എന്ന് പറയണം. അങ്ങനെയുള്ള ഗ്രഹനില വന്നാൽ രോഗങ്ങളൊന്നും ഇല്ല എന്ന് പറയണം. അടുത്ത ലൈനിൽ എല്ലാ ഗ്രഹനിലകളും ഇതുപോലെ വരണം എന്നില്ല. എല്ലാ ഗ്രഹനിലകളും ഇതുപോലെ വരണം എന്നില്ല. മിശ്രിതമായി വരാം. എല്ലാ ഗ്രഹനിലകളും ഇതുപോലെ വരണം എന്നില്ല. മിശ്രിതമായി വരാം. എങ്കിൽ രോഗം വരികയും ശമിക്കുകയും വീണ്ടും വരികയും ചെയ്യും എന്ന് പറയണം. എങ്കിൽ രോഗം വരികയും ശമിക്കുകയും വീണ്ടും വരികയും ചെയ്യും എന്ന രീതിയിൽ പറയണം. അടുത്ത ഗ്രഹങ്ങളും ശരീര അവയവങ്ങളും തമ്മിലുള്ള ബന്ധം. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് കറക്റ്റാ ചോദിക്കും. ഗ്രഹങ്ങളും ശരീര അവയവങ്ങളും തമ്മിലുള്ള ബന്ധം ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതിപ്പറക്കി വെക്കരുത്. കറക്റ്റാ എഴുതണം. ഗ്രഹങ്ങളും ശരീര അവയവങ്ങളും തമ്മിലുള്ള ബന്ധം ഓരോന്നും താഴെ താഴെ എഴുതിക്കൊള്ളണം. അപ്പോഴേ വായിച്ചാൽ മനസ്സിലാവും. പേര് പോണതിന് കുഴപ്പമില്ല. ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ടക്കനെ എല്ലാം കണ്ണിൽ കാണണം. എല്ലാം ഒരുമിച്ച് കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ വായിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പതിയും, മനസ്സിനകത്ത് പതിയും. നോട്ട് കുറച്ച് കൂടുതലായിക്കോട്ടെ, കുഴപ്പമില്ല. ചൊവ്വ, തല, അടുത്ത് വേണമെങ്കിൽ ശകലം നീക്കി എഴുതിക്കൊള്ളാം. ഒരു ശകലം സ്ഥലം വിട്ടിട്ട് റൈറ്റ് സൈഡ് എഴുതിക്കൊള്ളാം. ശുക്രൻ, മുഖം.
ശുക്രൻ മൂക്കം. ബുധൻ കഴുത്ത് കൈകൾ. കഴുത്ത് കൈകൾ. ചന്ദ്രൻ മാറിടം ഹൃദയം. സൂര്യൻ വയറ്. ഗുരു തുടകൾ. മന്നൻ കാൽമുട്ട്. രാഹു പാദം. അടുത്ത ലൈനിൽ ബലമില്ലാതെ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ബ്രാക്കറ്റിലെ ജാതകത്തിലോ പ്രശ്നത്തിലോ ബലമില്ലാതെ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അവയവത്തിൽ രോഗമുണ്ടെന്ന് പറയുന്നു. ബലമില്ലാതെ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അവയവത്തിൽ രോഗമുണ്ടെന്ന് പറയണം. ബ്രാക്കറ്റിലെ ജാതകത്തിലോ പ്രശ്നത്തിലോ. അടുത്ത ഹെഡിങ് ലഗ്നം മുതലായ ഓരോ ഭാവത്തിലും ലഗ്നം മുതലായ ഓരോ ഭാവത്തിലും പാപയോഗ ദൃഷ്ടികൾ വരുന്നതനുസരിച്ച് രോഗം പറയുന്ന രീതി വേറെ സംശയം ചോദിക്കട്ടെ? രോഗം പറയുന്ന രീതി. സാറേ സംശയം ചോദിക്കട്ടെ? അതെ. സാറ് ഇപ്പം നമ്മുടെ സൂര്യൻ നീചം ഭവിച്ച് തുലാത്തിലാ നിൽക്കുന്നെങ്കിൽ നമ്മൾ വയറിന് പറയണോ അതോ ശുക്രനുമായി ബന്ധപ്പെട്ട ഭാഗത്ത് പറയണോ? രണ്ടും പറയാം. അതാണ് പറഞ്ഞത്. രണ്ടും നമ്മൾ ചോദിക്കുമ്പോൾ വയറ് സംബന്ധമായും പ്രശ്നം വരാം, അതേസമയം വസ്തി പ്രദേശത്തിലും പ്രശ്നം വരാം. മൂന്നാം ഭാവത്തിനും കുഴപ്പം വരാം. തൊണ്ടയ്ക്കോ കൈയിനൊക്കെ കുഴപ്പമുണ്ടോ, അയാൾക്ക് കൈ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാം. കൈ, കഴുത്ത്, മറ്റേ നമ്മുടെ തൈറോയിഡിന്റെ പ്രശ്നമൊക്കെ വരാം. രണ്ടാമല്ലേ സാർ ശുക്രനല്ലേ? ശുക്രന്റെ രാശിയിൽ നിൽക്കുന്നതല്ല. തുലാത്തിൽ നിൽക്കുമ്പോൾ ചിങ്ങലഗ്നമല്ലേ? ചിങ്ങലഗ്നത്തിന് 3-ാം ഭാവത്തിലാണ് വരുന്നത്. അത് ലഗ്നാധിപനാണ്. രണ്ട് കുഴപ്പമുണ്ട് അവിടെ. തല സംബന്ധമായിട്ടും പ്രശ്നം വരാം. ലഗ്നാധിപൻ എന്നുള്ള നിലയ്ക്ക് അതാണ് നമ്മൾ എഴുതിയത്. ലഗ്നവും ലഗ്നാധിപനെയും കൊണ്ട് തലയെ ചിന്തിക്കാം. നമ്മൾ എഴുതാൻ പോകുന്നു. ലഗ്നവും ലഗ്നാധിപനെയും കൊണ്ട് തലയെ ചിന്തിക്കാം. അപ്പോൾ ലഗ്നം ചിങ്ങലഗ്നം, സൂര്യൻ ലഗ്നാധിപതി, തലയും ചിന്തിക്കാം. അത് നിൽക്കുന്ന 3-ാം ഭാവത്തിൽ കൈയും കഴുത്തുനും ചിന്തിക്കാം.
സാർ ഞാൻ ചോദിച്ചതല്ല, ഇപ്പൊ നമ്മളൊരു ജാതകത്തില് അല്ലെങ്കിൽ പ്രശ്നത്തിലോ ഇപ്പം ഇടവലഗ്നം എന്ന് വിചാരിക്കുക, തുലാത്തില് സൂര്യൻ നീചൻ എന്ന് വിചാരിക്കുക. അതെ. അങ്ങനെ വരുമ്പോൾ നമ്മള് ഇപ്പം ഇടവലഗ്നം ശുക്രന്റെ രാശിയല്ലോ. അപ്പൊ ശുക്രനുമായി ബന്ധപ്പെട്ട ഭാഗത്ത് രോഗം പറയണോ അതോ സൂര്യനുമായി ബന്ധപ്പെട്ട ഭാഗത്ത് രോഗം പറയണമെന്നോ? അത് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇനി ഒന്നുകൂടെ പറഞ്ഞു തരാനുണ്ട്. കാലാങ്കാനി വരാങ്കാന മാനനമുരോ എന്ന് പറയുന്ന, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. അതായത് കാലപുരുഷന്റെ രീതി വെച്ചിട്ട് പറയുമ്പോൾ ശുക്രന്റെ വെച്ചിട്ട് പറയുമ്പോൾ വസ്തി പ്രദേശം പറയാം. അങ്ങനെയും ഒരു അപ്രോച്ച് ഉണ്ട്. അങ്ങനെ 2-3 അപ്രോച്ച് ഉണ്ട്. ഇത് നമ്മൾ മേടം കാലപുരുഷന്റെ തല, അത് പൊതുവായ അപ്രോച്ചാണ്. ഇടവം കാലപുരുഷന്റെ മുഖം, അങ്ങനെയും പറയാം. പറയുമ്പോൾ 3 രീതിയായി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ സൂര്യൻ 4-ാം ഭാവപതിയാണ്, അത് നിൽക്കുന്നത് 6-ല്. അപ്പോൾ 4 ഹൃദയഭാഗമാണ്, 6 വയറിന്റെ ഭാഗം. ഹൃദയം വയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്യാൻസർ പോലുള്ള അസുഖം വന്ന് വളർന്നാലും മതിയല്ലോ. അല്ലെങ്കിൽ ഹൃദയത്തിന് വന്നിട്ട് വയറും കുടലും ഒക്കെ ബാധിച്ച് താഴോട്ടൊക്കെ വരാമല്ലോ. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് അസുഖം വരുമ്പോൾ ഒരു ഭാഗത്ത് തന്നെ വരണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. തുടയ്ക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരാളുടെ കാൽമുട്ടിനും കണങ്കാലിനും ഒക്കെ കുഴപ്പം വരാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ തലയ്ക്ക് അടിപെടാം, കൈ അടിപെടാം, വയറടിപെടാം, നെഞ്ചടിപെടാം, ഇങ്ങനെയൊക്കെ വരാം. അവിടെ എല്ലാ തട്ടുമുട്ടും ഒക്കെ പറ്റാം. ഇങ്ങനെ എല്ലാ ഭാഗത്തും വരും. ഇപ്പോ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കാലാങ്കാനി വരാങ്കാന മാനനമുരോ കൃത് കോടപ്രാസപ്രദോ വസ്തിജംഗം ഊരുജാനുകളെ ജൻഗോദ അങ്കൃത്വയം മേഷാശിപ്രഥമ നവക്ഷജനം ചക്രസ്ഥിതാരാശയോ എന്ന് പറയുന്ന പ്രമാണം അനുസരിച്ച് മേടം ഉദ്ദേശിക്കുന്നത് തല, ഇടവം മുഖം, മിഥുനം പിന്നെ നമ്മുടെ കഴുത്തും കൈകളും, കർക്കിടകം നെഞ്ച്, ഇങ്ങനെ പറയാം. അപ്പോൾ ആ രീതി അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രന്റെ രാശി എന്നുള്ളതല്ല, കാലപുരുഷന്റെ 7-ാം രാശിയാണ് തുലാം രാശി. അവിടെ ഒരു പാപഗ്രഹം ബലമില്ലാതെ ഞാൻ ഇടുപ്പ് സംബന്ധമായ ബുദ്ധിമുട്ട് വരാം. 1. 2, സൂര്യനാണ് ബലമില്ലാതെ നിൽക്കുന്നത്. സൂര്യൻ ബലമില്ലാതിരുന്നാൽ വയറ് സംബന്ധമായ പ്രശ്നം വരാം. 2, അത് 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇടവത്തിന് 6-ാം ഭാവവും വയറ് സംബന്ധമായ പ്രശ്നം വരാം. അപ്പോൾ വയറ് സംബന്ധമായ പ്രശ്നമോ ഇടുപ്പ് സംബന്ധമായ പ്രശ്നമോ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് പറയേണ്ടി വരും. വയറോ ഇടുപ്പോ സംബന്ധമായ പ്രശ്നമുണ്ടോ എന്ന് ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. പറഞ്ഞത് ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. കാലപുരുഷന്റെ മേടം മുതൽ കാലപുരുഷന്റെ 1-ാം രാശി, ഇടവൻ 2-ാം രാശി, മിഥുനം 3-ാം രാശി, അങ്ങനെ തുലാം വരുന്ന 7-ാം രാശി. 7 കൊണ്ട് വസ്തി പ്രദേശം അല്ലെങ്കിൽ ഇടുപ്പ്, അവിടെ ഒരു പാപഗ്രഹം ബലമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഇടുപ്പിന് കുഴപ്പമുണ്ടാകാം. ഇനി ഇടവമാണ് ലഗ്നം. ഇടവത്തിന് തുലാം എണ്ണുമ്പോൾ 6-ാം ഭാവം, 6 കൊണ്ട് വയറിനെ ചിന്തിക്കുക. ആ സൂര്യൻ 4-ാം ഭാവപതി, 4-ാം ഭാവത്തിൽ ചെന്ന് നിൽക്കുന്നത് 6-ല്. 4-ാം ഭാവ സംബന്ധമായ കുഴപ്പം വരാം. ഹൃദയത്തിനും എന്തെങ്കിലും കുഴപ്പം വരാം, ഹൃദയത്തിന്റെ അടി സൈഡിനൊക്കെ കുഴപ്പം വരാം. അശുദ്ധ രക്തം പോകുന്ന ഭാഗമൊക്കെ സൂര്യനെ കൊണ്ട് ചിന്തിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ പറയും വയറ്, ഹൃദയത്തിന്റെ അടി സൈഡ്, വയറ്, ഇടുപ്പ് സംബന്ധമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിരിക്കും. അത് ചോദിക്കാൻ പഠിക്കണം. എല്ലാം കൂടി കൂട്ടി ഇണക്കി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിരിക്കും. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി സാർ, മനസ്സിലായി. യെസ്. ലഗ്നം, ലഗ്നാധിപൻ തല, ലഗ്നം ഓരോന്നും താഴെ എഴുതണം. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ലഗ്നം, ലഗ്നാധിപൻ തല. അതിന്റെ അടുത്ത ലൈനിൽ 2-ാം ഭാവം ഭാവാധിപൻ മുഖം, 2-ാം ഭാവം ഭാവാധിപൻ മുഖം. അടുത്ത 3-ാം ഭാവം ഭാവാധിപൻ കഴുത്ത് കൈകൾ.
അടുത്ത 4 എന്നിട്ടിട്ട് ഡിറ്റോ ഇട്ട് വിട്ടാ പോരെ? 4 എന്നിട്ടിട്ട് ഡിറ്റോ ഇട്ട് വിട്ടാ പോരെ? മതി മതി സർ. സാർ, മതി. മതി. 4 എന്നിട്ടിട്ട് 4 നെഞ്ച് ഹൃദയം, 5 വയറ്, 6 അടിവയറ്, 7 ഇടുപ്പ് വസ്തി പ്രദേശം. വസ്തി എന്ന് വെച്ചാൽ വസ്ത്രം ചുറ്റിക്കെട്ടി കൊടുക്കുന്ന സ്ഥലം, വസ്തി. ഇടുപ്പ് വസ്തി പ്രദേശം. 8 ഗുഹ്യഭാഗം. 9 തുടകൾ. 10 കാൽമുട്ട്, 11 കണങ്കാല്, 10 കാൽമുട്ട്, 11 കണങ്കാല്, 12 കാൽപാദം. ഇനി അടുത്ത വാദപിത്ത പറയണം. 8 ഗുഹ്യപ്രദേശം. അത് അങ്ങനെ ലെവലായിട്ട് പഠിച്ചു വച്ചിരുന്നാൽ ഓർമ്മ വരും. 8 ഗുഹ്യപ്രദേശം. 9 കാൽമുട്ട്, 9 തുട, 10 കാൽമുട്ട്, 11 കണങ്കാല്, 12 കാൽപാദം. അടുത്ത പാരാഗ്രാഫ്, അടുത്ത പോയിന്റ് ഇട്ട് എഴുതണം. കാലപുരുഷന്റെ ആദ്യ രാശി മേടം. കാലപുരുഷന്റെ ആദ്യ രാശി മേടം. മേടം കൊണ്ട് തലയെ ചിന്തിക്കാം. രണ്ടാം രാശി ഇടവം. രണ്ടാം രാശി ഇടവം. ഇടവം കൊണ്ട് മുഖത്തെ ചിന്തിക്കാം. ഇടവം കൊണ്ട് മുഖത്തെ ചിന്തിക്കാം. മൂന്നാം രാശി മിഥുനം. മൂന്നാം രാശി മിഥുനം. മിഥുനം കൊണ്ട് കഴുത്ത്, കൈകൾ ചിന്തിക്കാം. എക്സെട്ര 2-3 കുത്തിട്ട് അങ്ങോട്ടേക്കണം. എക്സെട്രയുടെ കുത്തിട്ട് വിട്ടേക്കണം. മീനം കൊണ്ട് കാൽപാദത്തെ ചിന്തിക്കാം. ബാക്കി അറിയാമല്ലോ, ഇനി എഴുതണ്ടല്ലോ. ബാക്കി എഴുതണോ? വേണ്ട സർ. എക്സെട്ര എന്നിട്ട് മീനം കൊണ്ട് കാൽപാദത്തെ ചിന്തിക്കാം. ഇനി എക്സാമ്പിൾ ആയിട്ട് വേണോ? വേണമെന്നില്ല സാർ. എക്സാമ്പിൾ വേണമോ? വേണമെന്നില്ല സർ. വേണമെന്നില്ല സർ. ശരി 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 ശരി. അപ്പോൾ അടുത്തിനി വാത പിത്ത കഫ പ്രകൃതം. സൈഡ് കയറ്റിങ് ഇട്ടോളൂ. വാത പിത്ത കഫ പ്രകൃതം. അതായത് നമ്മുടെ ആയുർവേദ സിസ്റ്റമാണ് ഇവിടെ ഈ ജ്യോതിഷത്തിൽ നമുക്ക് പ്രതിപാദിച്ചിട്ടുള്ളത്. ആയുർവേദ സിസ്റ്റത്തിൽ വാതവും പിത്തവും കഫവുമാണ് നമ്മുടെ അസുഖത്തിന് കാരണവും. നമുക്കൊരു ആയുർവേദ ഡോക്ടറെ നമുക്ക് മരുന്നിന് എന്തെങ്കിലും കുറിച്ച് തരണമെങ്കിൽ വാത പിത്ത കഫം
ആണ് കുഴപ്പമുണ്ടാക്കുന്നത്. അതിന് കണക്കാക്കിയുള്ള മരുന്നായിരിക്കും. വാദമാണ് കുഴപ്പം എന്ന് കണക്കാക്കിയിട്ട് വാദത്തിനും പിത്തത്തിനും കഫത്തിനുമുള്ള മരുന്നായിരിക്കും തരുന്നത്. ആ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ വരുന്നത്. ഈ സൂര്യൻ എന്തോന്ന് പ്രകൃതമാണ്? ആരെയും പറഞ്ഞു നോക്കണം. സൂര്യനും ചൊവ്വയും എന്തോന്ന് പ്രകൃതം? പിത്തപ്രകൃതം സർ. പിത്തപ്രകൃതം. പിത്തപ്രകൃതം എങ്ങനെ അറിയാം? നമ്മൾ പഠിച്ചു പോയി. ഓർമ്മയുണ്ടോ? ഞാൻ ആ ശ്ലോകങ്ങൾ പറയട്ടോ? ശ്ലോകം പറയട്ടോ? മധു പിങ്ങളതൃ ചതുരസദനു പിത്തപ്രകൃതി സവിതാവ് അല്പകജ. അപ്പോൾ ചൊവ്വ സൂര്യനെ കൊണ്ട് പിത്തപ്രകൃതമാണ്. ഇനി ചന്ദ്രന് തനു വൃത്തതനു ബഹുവാദ കപ. ബഹുവാദ കപ എന്നാണ്. വാദവും കഫവും ഭയങ്കരമായിരിക്കും എന്നാണ് ചന്ദ്രന്. ചൊവ്വയ്ക്ക് തരുണമൂർത്തി ഉദാര സുചപല ഋഷമധ്യാഹ. അവിടെ ചൊവ്വയ്ക്കും പിത്തപ്രകൃതമാണ്. ബുധന് സതത ഹാസ്യരുച്ച പിത്ത മാരുത കപ. പിത്തവും മാരുതനും കഫവും. വാദ പിത്ത കഫത്തിന്റെ ആളാണ് ബുധൻ. അതുപോലെ വ്യാഴത്തിന് വാദവും കഫവും. ശുക്രനും വ്യാദവും കഫവും. ശനിക്ക് വാദപ്രകൃതമാണ്. അപ്പോൾ ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അറിയേണ്ട വഴി പ്രധാനമായിട്ട് സൂര്യനും ചൊവ്വയ്ക്കും പിത്തപ്രകൃതം, ശനിക്ക് വാദം, ചന്ദ്രൻ ഗുരു ശുക്രന്മാർക്ക് വാദവും കഫവും പറയാം. ബുധന് ത്രിദോഷം. ബുധനാണ് ഏറ്റവും കടുപ്പം. ബുധനൊക്കെ ബലമില്ലാതെ ബുധനെ കൊണ്ട് എന്തെങ്കിലും ദോഷമുള്ള അസുഖം വന്നു പോയാൽ ചികിത്സിക്കാൻ പ്രയാസമാണ്. കാരണം വാദത്തിന്റെയും പിത്തത്തിന്റെയും കഫത്തിന്റെയും കാരകത്വം ബുധനുണ്ട്. ത്രിദോഷകാരകത്വം. അത് ബലം ഉണ്ടെങ്കിലും കുഴപ്പം ചെയ്യും, ബലം ഇല്ലെങ്കിലും കുഴപ്പം ചെയ്യും. അത് വന്നു കഴിഞ്ഞാൽ പാടാണ്. സത്യമാണ് സാർ, ഞാൻ അനുഭവസ്ഥനാണ്. ബുധൻ എങ്ങനെ നിൽക്കുന്നത്? ബുധന് നീചത്തിലാണ്. മീനം. ബുധനെ കൊണ്ട് എന്തെങ്കിലും നക്ഷത്രം ഏത്? ഉണർദം. ഉണർദം വിശാഖം പൂരട്ടാതിയാണെങ്കിൽ ബുധനെ കൊണ്ട് പ്രശ്നം വരും. ശരിക്കും അനുഭവിച്ചു. ബുധൻ എത്രാം ഭാവത്തിൽ വരും? 7 കന്നി ലഗ്നം. ശരിക്കും അനുഭവിച്ചു. മരിച്ചു ജീവിച്ചു. നന്നാ കഷ്ടപ്പെടുത്തും. അമ്പോ. അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ബുധൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സൈസ് അല്ല. നേരെ നിന്നാൽ ഇതുപോലെ ഗുണം ചെയ്യുന്നവനുമില്ല, വശമില്ലാതെ നിന്നാൽ ഇതുപോലെ ഉപദ്രവിക്കുന്നവനുമില്ല. അത് ചിരിച്ച് നമ്മൾ ബുധനെ കുറിച്ച് പറയുമ്പോഴും മഹാവിഷ്ണുവിനാണ് പറയുന്നത്. ചിരിച്ച് ഊട്ടിയാറാണ്. അങ്ങനെയുള്ള സാധനമാണ്. അത് എനിക്ക് അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാനത് ഭംഗിയായിട്ട് പറഞ്ഞത്. എനിക്ക് ബുധൻ നേരെ മറിച്ച് ഉച്ചത്തിലാണെങ്കിൽ പോലും എന്നെ ശരിക്കും ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരു ശമനവുമില്ല. അപ്പോൾ സൂര്യനും ചൊവ്വയും പിത്തപ്രകൃതം, ശനിവാദം, പിന്നെ ചന്ദ്രനും ഗുരുവും ശുക്രനും വാദവും കഫവും. അതിന് പ്രധാനം കഫമാണ്. ചന്ദ്രനും ഗുരുവിനും ശുക്രനും കഫപ്രകൃതമാണ്. വാദവും പറയാം. ബുധൻ ത്രിദോഷം. ഇത്രയും ഓർമ്മിച്ചിരുന്നാൽ ബുധന് ബലം ഉണ്ടെങ്കിലും പ്രശ്നം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഉച്ചമാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബുധനെ സംബന്ധിക്കുന്ന ഒരു അസുഖം എനിക്കുണ്ട്. നന്നാ കഷ്ടപ്പെടുകയാണ് ഞാൻ. അത് അനുകൂല സ്ഥാനത്ത് നിന്നാലും പ്രശ്നം തന്നെയാണ്. അനുകൂല സ്ഥാനത്ത് തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ശ്വാസം മുട്ടൊക്കെ ഉണ്ട്. വാദസംബന്ധമായ പ്രശ്നമുണ്ട്. അങ്ങനെ അവർ കഷ്ടപ്പെടുന്നു. ബുധൻ ഉച്ചവും വലിയ മൗഢ്യവും പറയാനില്ല. സാറിന്റെ സംസാരത്തിൽ അറിയാനുണ്ടോ ശ്വാസം മുട്ടുന്ന ബുദ്ധിമുട്ട്? നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ്. ബുധൻ ഉച്ചവുമാണ്,
ബുധൻ ലഗ്നാധിപന്റെ കൂടെയാണ് നിൽക്കുന്നത്. വേറെ ഒരു പാപബന്ധവും ബുധനില്ല. ഒരു പാവന്റെ യോഗമോ ദൃഷ്ടിയോ പാപമധ്യസ്ഥിതിയോ ഒന്നുമില്ല. ലഗ്നത്തിനുമില്ല, ലഗ്നാധിപനുമില്ല, 5-ാം ഭാവത്തിനില്ല, 9-ാം ഭാവത്തിനില്ല. ലഗ്നം 5, 9 പരിശുദ്ധം. കർമ്മത്രികോണം ക്ലീൻ. എന്നിട്ട് പോലും ഈ കുഴപ്പം. ശരി, പോട്ടെ. ഇനി അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, രവിയും ചൊവ്വയും അനിഷ്ടനായാൽ പിത്തം കൊണ്ടുള്ള അസുഖം ഉണ്ടാകും. ചന്ദ്രനും ശുക്രനും ഗുരുവും അനിഷ്ടനായാൽ എന്തുണ്ടാകും? ജലരൂപങ്ങളായ അസുഖം. കഫം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? കഫം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? ജലസംബന്ധമായ അസുഖം, ജലരോഗങ്ങൾ, ജലദോഷം, ശരീരം കട്ടി പിടിക്കുക, ശരീരത്തിൽ ജീർണിക്കുക. ഈ കഫപ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശരീരം വണ്ണമുള്ള ശരീരമായിരിക്കും. ശരീരം ആകൃതി വലുതായിരിക്കും, ഇത്തിരി നല്ല കനമുള്ള ആളായിരിക്കും, വണ്ണമൊക്കെ ഉള്ള ആളായിരിക്കും. വാദം, കഫം എന്ന് പറഞ്ഞാൽ. പിത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. വാദം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ശരീരം. വാദം എന്ന് പറഞ്ഞാൽ നെർവ്സിനെയൊക്കെ ബാധിക്കുന്നത് മെലിഞ്ഞ ശരീരമായിരിക്കും. ഇപ്പൊ ശനിക്ക് പറയാനുള്ള രൂപം എന്താണ്? ശനിക്ക് പറയാനുള്ള രൂപം പറഞ്ഞു നോക്കണം. മെലിഞ്ഞ ശരീരം. ഇതൊക്കെ ഓരാശാസ്ത്രം എന്ന് പറയുന്നത് നിസാര സാധനമല്ല. ശനിക്ക് മന്നോ അലസ, കപിലതൃ, കൃശ, ദീർഘ ഗാത്ര, മെലിഞ്ഞ് നീണ്ട ശരീരം. ശനിക്ക് പറയാറുള്ളത് കൃശ, ദീർഘ ഗാത്ര. ദീർഘം വലുത്, കൃശ ഒതുങ്ങി മെലിഞ്ഞ് നീണ്ട ശരീരം എന്ന് പറഞ്ഞാൽ സ്കെൽറ്റ് ബോഡി. ശനി ആരുടെ കാരകത്വം? ആരുടെ? വാദത്തിന്റെ. ഇനി ചന്ദ്രൻ കഫത്തിന്റെ ആളാണ്. ചന്ദ്രന്റെ പ്രകൃതം തോന്നുന്നു, പറഞ്ഞു നോക്കണം. തനു, വൃത്തതനു, ഉരുണ്ട ശരീരം, നല്ല നല്ല ഉരുണ്ട ശരീരമായിരിക്കും. എന്ന് വെച്ചാൽ വണ്ണമുള്ള ശരീരം. വ്യാഴത്തിന് ബൃഹത്ത് തനു. ബൃഹത്ത് എന്ന് വെച്ചാൽ വലിയ ശരീരം, കഫപ്രകൃതമാണ്. അപ്പോൾ കഫപ്രകൃതത്തിന് ശരീരത്തിന് ആകൃതി വലുതായിരിക്കും. വാദത്തിന് ശരീരം മെലിഞ്ഞ ശരീരമായിരിക്കും. പിത്തത്തിന് ഉഷ്ണ ശരീരമായിരിക്കും, ഭയങ്കര ഹീറ്റായിരിക്കും. അപ്പോൾ ചൊവ്വയും സൂര്യനും അനിഷ്ടനായാൽ പിത്തകോപം കൊണ്ടുള്ള അസുഖം വരും. ചന്ദ്രൻ ശുക്രൻ വ്യാഴത്തിനൊക്കെ ജലരൂപങ്ങളായ അസുഖങ്ങളുണ്ടാവും. ബുധന് ത്രിദോഷങ്ങൾ കൊണ്ടുള്ള അസുഖം വരും. ഇതും നമ്മൾ അറിഞ്ഞിരിക്കും. എത്രയൊന്ന് എഴുതാം. ചിലപ്പം ബുധൻ എല്ലാവർക്കും പ്രശ്നക്കാരനായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ. അങ്ങനെ അത് പറയാൻ പറ്റൂല. അത് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ച് ലഗ്നാധിപനാണ് ഒന്ന്. ലഗ്നത്തിൽ അതിന് ദൃഷ്ടിയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ലഗ്നാധിപന്റെ കൂടെയാണ് നിൽക്കുന്നത്, അതാണ് കുഴപ്പം വന്നത്. അപ്പോൾ ലഗ്നത്തിനെ ബാധിക്കും. നിങ്ങൾക്ക് ലഗ്നാധിപനും ലഗ്നത്തിന് ദൃഷ്ടിയുമുണ്ട്, അതാണ് കുഴപ്പം. അത് 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അടിവയറ്, ഇടുപ്പ് സംബന്ധമായ പ്രശ്നം വരാം, കാൽപാദത്തിന് പ്രശ്നം വരാം, പിന്നെ കഴുത്തിനൊക്കെ പ്രശ്നം വരാം. സാർ എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ആയിരുന്നു സാർ. ഹെപ്പറ്റൈറ്റിസ് വന്നു, പിന്നെ ശ്വാസം മുട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലെ. അത് ചെറുപ്പകാലം തൊട്ട് ശ്വാസം മുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 8-10 വർഷമായിട്ടില്ല. ഇപ്പൊ ഓക്കെ ആയി. പക്ഷെ അതുവരെ ശരിക്കും 10 വർഷം മുമ്പ് വരെ ശരിക്കും അനുഭവിച്ചു. ലഗ്നാധിപൻ എന്നുള്ള നിലയ്ക്കാണ് ആ കുഴപ്പം വന്നത്. ലഗ്നാധിപൻ ബലമില്ലെങ്കിൽ പിന്നെ ലഗ്നാധിപൻ കോമൺ ഭാവമാണ്. ശരി, ഇത്ര എഴുതാം. സൂര്യനും ചൊവ്വയും പിത്തപ്രകൃതമാണ്. സൂര്യനും ചൊവ്വയും പിത്തപ്രകൃതമാണ്. ഇവർക്ക് ബലമില്ലാതെയോ അനിഷ്ടസ്ഥാനത്തോ വന്നാൽ പിത്തകോപം കൊണ്ടുള്ള അസുഖമുണ്ടാകാം.
അടുത്ത ചന്ദ്രൻ, ഗുരു, ശുക്രൻ. ചാ ഗു ഷു എന്നിട്ടാൽ മതി, വേറെ ഒന്നും എഴുതാൻ സമയം കിട്ടൂല. നിങ്ങളുടെ സ്പീഡാ എഴുതിയിരുന്ന കുറച്ച് സ്പീഡാ പോവാം. ചന്ദ്രൻ, ഗുരു, ശുക്രൻ. വാദവും കഫവും. വാദവും കഫവും. കഫമാണ് കൂടുതലും കുഴപ്പമുണ്ടാക്കുന്നത്. കഫദോഷമാണ് കൂടുതലും പറയേണ്ടത്. കഫദോഷമാണ് കൂടുതലും പറയേണ്ടത്. ഇവർക്ക് ബലമില്ലാതെ വന്നാൽ ജലം നിമിത്തമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത വരും. ജലനിമിത്തമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത വരും. അടുത്ത് ശനി, വാദപ്രകൃതം. ബുധൻ, ത്രിദോഷങ്ങൾ കൊണ്ടുള്ള അസുഖം. എന്താ സാറേ? ബുധൻ. ബുധൻ ബുധൻ കിട്ടില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ സാറേ ബുധന്റെ ഒന്നും കൂടി പറഞ്ഞു സാർ. ത്രിദോഷങ്ങൾ കൊണ്ടുള്ള അസുഖം. അത് ഏതൊക്കെ നമുക്ക് രണ്ടാമത് നോക്കാം. ഇവരെ അസുഖങ്ങളൊക്കെ നമുക്ക് ക്ലിയറാ നോക്കാം. ഈ ചാപ്റ്ററിൽ ഭംഗിയാ പഠിക്കണം. രോഗപ്രശ്നം ക്ലിയറാ പഠിച്ചു പോകണം. ഇനി അടുത്ത് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കും. ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ ചില ആൾക്കാർ അവർ മനസ്സിൽ എന്തെങ്കിലും കരുതിക്കൊണ്ടുവരും. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞുകൊണ്ട് പോകും. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്രാക്ടീസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അതെ സർ. എനിക്ക് എൻ്റെ അയൽ വീട്ടിൽ ഒരാളുണ്ട്. അയാൾ വളരെ കുഴപ്പക്കാരനാണ്. അയാൾ എനിക്ക് എതിരായിട്ട് ഭയങ്കര ആഭിചാരമൊക്കെ ചെയ്യും. അങ്ങനെയാണ്. അയാൾ ആഭിചാരം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തീർന്നു. ഇയാൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ അവിടെ വേറെ ഒരിടത്ത് പോയപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ അയൽവാസി ആഭിചാരം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു സൈസ് മാനസിക രോഗങ്ങളാണ്. ചില ആൾക്കാരൊക്കെ മനസ്സിനകത്ത് അല്ലെങ്കിൽ പറയും എനിക്കെന്തോ കുഴപ്പമുണ്ട്, എൻ്റെ വയറിനെന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിക്കും, ഇരുന്നുകൊണ്ട് വായിച്ച് പറയ്ക്കൊക്കെ വെച്ചിട്ട് ആ അസുഖങ്ങളൊക്കെ എനിക്കുണ്ട് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. ചുമ്മാ ആഡംബര രോഗികളെന്ന് പറയും. എപ്പോഴും ഡോക്ടറെ കാണണം, എനിക്ക് അവിടെ കുഴപ്പം, ഇവിടെ കുഴപ്പം, പല്ലിന് കുഴപ്പം, വയറിന് കുഴപ്പം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണം. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പറയുന്നത് സൂക്ഷിച്ചേ പറയാമോ. അതൊക്കെ മാനസിക പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടിയും തന്നു ഒട്ടിക്കും. അങ്ങനെ പറയരുത്. അത് മനസ്സിലാക്കേണ്ടത് അഷ്ടമാധിപന്റെയും അഞ്ചാം ഭാവാധിപന്റെയും യോഗ ദൃഷ്ടികൾ പരസ്പരം കേന്ദ്രം ഇവ വന്നാൽ മനോരോഗം മനസ്സിലാക്കാം. 5 കൊണ്ട് ആരെ ചിന്തിക്കണം? 5-ാം ഭാവം കൊണ്ട് ആരെ ചിന്തിക്കണം? മനസ്സിനെ ചിന്തിക്കണം. ആ 5-ാം ഭാവാധിപന് അഷ്ടമാധിപന്റെ ബന്ധം വന്നാൽ എന്ന് പറഞ്ഞാൽ 5-ാം ഭാവാധിപനും അഷ്ടമാധിപനും പരസ്പരം ദൃഷ്ടി, അല്ലെങ്കിൽ 5-ാം ഭാവാധിപൻ 8-ല്, 8-ാം ഭാവാധിപൻ 5-ല് പരിവർത്തന യോഗം. 5-ഉം 8-ഉം കൂടെ ഒരുമിച്ച് നിൽക്കുക.
5 8 പരസ്പരം കേന്ദ്രത്തിൽ വരിക. ഇങ്ങനെയൊക്കെ വന്നാൽ മനസ്സ് മനോരോഗം മനസ്സിലാക്കാം. മനോരോഗം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞാലൊന്നും നടക്കില്ല, മാനസികാവസ്ഥ ശരിയല്ല എന്നർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വല്ല ക്ഷേത്രത്തിൽ എന്തെങ്കിലും ദർശനത്തിനോ അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കണം. ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു 3 പാൽപ്പായസം കൊടുക്കാനോ, ശിവൻ കോവിലിൽ കുറച്ച് ദിവസത്തേക്ക് എന്തൊന്ന് നെയ്വിളക്ക് കത്തിക്കാനോ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ദോഷമില്ലാത്ത എന്നാൽ ഈശ്വരാനുഗ്രഹം കിട്ടുന്ന എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഇതൊരു ഈ മൂന്ന് പാൽപ്പായസത്തിന്റെ കണക്ക് എന്താ സർ? ഇങ്ങനെ ഈ മൂന്ന് പാൽപ്പായസത്തിന്റെ കണക്കെന്താ? അങ്ങനെ അത് 3 പ്രാവശ്യമായിട്ടാണ് പറഞ്ഞു എന്നേ ഉള്ളൂ. 3 എണ്ണം എന്നുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. 3 ആഴ്ച കണക്കാക്കി 3 എണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അഷ്ടമാധിപന്റെയും 5ാം ഭാവാധിപന്റെയും യോഗ ദൃഷ്ടികൾ പരസ്പരം, അഷ്ടമാധിപനും 5ാം ഭാവാധിപനും പരസ്പരം ദൃഷ്ടി, ഒരുമിച്ച് നിൽക്കുക, പരസ്പരം കേന്ദ്രത്തിൽ വരിക, പരിവർത്തന യോഗം വരിക എങ്കിൽ മനോരോഗം മനസ്സിലാക്കാം. മനസ്സിനെ അലട്ടുന്ന പ്രശ്നമൊന്നല്ലേ ഉള്ളൂ. മനോരോഗം എന്ന് വെച്ചാൽ മാനസിക രോഗം എന്നുള്ള അർത്ഥമല്ല. അയാൾക്ക് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ എനിക്ക് കുഴപ്പമാണ്, എനിക്ക് അങ്ങനെ കുഴപ്പമാണ്, ഇങ്ങനെ കുഴപ്പമാണ് എന്നുള്ള ഒരു രീതിയിലുള്ള അസുഖമാണ്. അല്ല വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും കാണില്ല. മനോരോഗവും കൂടി ഉണ്ടാകും. അതും കൂടി നമ്മൾ ചികിത്സിക്കണം. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരും. വേറെ കുഴപ്പമൊന്നുമില്ല, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗമൊക്കെ മാറി കിട്ടും എന്ന് പറഞ്ഞ് ചെയ്യണം. അഷ്ടമാധിപന്റെയും 5ാം ഭാവാധിപനും, അഷ്ടമം എന്ന് വെച്ചാൽ നാശഭാവം, 5 എന്ന് വെച്ചാൽ മനസ്സ്. അഷ്ടമാധിപനും 5ാം ഭാവാധിപനും ഒരുമിച്ച് നിൽക്കുക, പരസ്പരം കേന്ദ്രത്തിൽ വരിക, ഒന്നിന്റെ കേന്ദ്രത്തിൽ അടുത്തത് ഒന്ന്, പരസ്പരം ദൃഷ്ടി വരിക, പരിവർത്തന യോഗം വരിക എങ്കിൽ മനോരോഗം മനസ്സിലാക്കണം. ഇനി മനോരോഗം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മനോരോഗം വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്നതും ആയുർവേദത്തിൽ പറയുന്നതും ഒക്കെ ഒന്നാണ്. കോപം, ഓവറായിട്ട് ദേഷ്യമുള്ളവർക്ക് മനോരോഗം വരും. ഭയം, ദുഃഖം, അമിതമായ ആഗ്രഹം, ഇതൊക്കെ മനോരോഗങ്ങളാണ്. അമിതമായ ആഗ്രഹം ഉണ്ടാവുക, അല്ലെങ്കിൽ ദുഃഖം, എപ്പോഴും ദുഃഖഭാവത്തിലിരിക്കുക, ഭയപ്പാടാണ് ഏറ്റവും പ്രധാനം. ഭയപ്പാട്, കോപം, തീരാത്ത കോപം, ഭയങ്കര ദേഷ്യത്തിന്റെ ഉടമയായിരിക്കും. അതൊക്കെ ഒരു സൈസ് അസുഖമാണ്. തീരാത്ത ദേഷ്യം വരിക, ആരെയും എന്തൊക്കെ ചാടിക്കയറി പറയുക, ഇതൊക്കെ അസുഖങ്ങളൊക്കെ മനോരോഗത്തിന്റെ ഭാഗമെന്നാണ്. കോപം, ദുഃഖം, ഭയം, ആഗ്രഹം, ഇങ്ങനെയുള്ള മനോവികാരങ്ങൾ മൂലം ഉണ്ടാകുന്ന വ്യാധികൾ. ഇങ്ങനെയുള്ള മനോവികാരങ്ങൾ മൂലം ഉണ്ടാകുന്ന വ്യാധികളാണ് മനോരോഗം എന്ന് പറയുന്നത്. ഇനി അടുത്ത ശാപവും ആഭിചാരവും ഒക്കെ നമുക്ക് 15ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാം. ഇപ്പോഴും ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് പറഞ്ഞു പോകാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം ഒരു ക്ലാസ് വേണം. ശാപങ്ങളുണ്ട്. ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാം ഭാവം, 6ാം ഭാവാധിപൻ, ഇവർക്ക് ചില ഗ്രഹങ്ങളുമായും ചില ഭാവങ്ങളുമായുള്ള ബന്ധമാണ് ശാപം ചിന്തിക്കുന്നത്. 6 എന്ന് വെച്ചാൽ ശാപത്തിന്റെ ഭാവം 6. 6ാം ഭാവവും 6ാം ഭാവാധിപനും ചില ഭാവങ്ങളുമായും ചില ഗ്രഹങ്ങളുമായും ബന്ധപ്പെട്ടിരുന്നാൽ വിവിധ രീതിയിലുള്ള ശാപങ്ങളെ പറയാം. അത് നമുക്ക് ആഭിചാരവും ശാപവും ഒക്കെ നമുക്ക് രണ്ടാമത് പഠിക്കാം. ഇപ്പോൾ ലൈറ്റായിട്ടൊന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അതുകൂടി നമുക്ക് രണ്ടാമത് പഠിക്കാം. അത് 15ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാം. മാതൃശാപം, പിതൃശാപം, ഗുരുശാപം, സഹോദര ശാപം, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ശാപങ്ങൾ കുറേ ഉണ്ട്. വൃത്തശാപം, ബ്രാഹ്മണശാപം, ഇങ്ങനെയൊക്കെയുണ്ട്. 6ാം ഭാവം, 6ാം ഭാവപതി, ഇവർക്ക് ചില ഗ്രഹങ്ങളുമായും ചില ഭാവങ്ങളുമായുള്ള ബന്ധം കൊണ്ട് വിവിധ രീതിയിലുള്ള ശാപങ്ങളെ ചിന്തിക്കാം എന്ന് മാത്രം ഇപ്പം അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് ഒരു 1-2 ക്ലോസുകൾ കൂടിയുണ്ട്. അതൊന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നല്ലത്. ഒരു ജാതകത്തിലോ ഒരു പ്രശ്നത്തിലോ
ഒരു രോഗപ്രശ്നത്തിലോ അല്ലെങ്കിൽ ഒരു ജാതകത്തിലോ ലഗ്നത്തിൽ വ്യാഴവും 7 ശനിയും നിൽക്കുക, അല്ലെങ്കിൽ ലഗ്നത്തിൽ വ്യാഴവും 7 ചൊവ്വയും നിൽക്കുക എങ്കിൽ ചിത്തഭ്രമം പറയാം. ചിത്തഭ്രമം എന്ന് വെച്ചാൽ എന്താണ്? ചിത്തം എന്ന് വെച്ചാൽ മനസ്സ്. മനസ്സിന് ഭ്രമം ഉണ്ടെന്ന് പറയാം. ചിത്തഭ്രമം. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞിട്ട് മനസ്സിലായോ? മനസ്സിലായി വരുന്നു സാർ. ലഗ്നത്തിൽ വ്യാഴവും 7 ശനിയും. അങ്ങനെ തന്നെ വരണം, മാറി വരരുത്. ലഗ്നത്തിൽ വ്യാഴവും 7 ശനിയും, അല്ലെങ്കിൽ ലഗ്നത്തിൽ വ്യാഴവും 7 ചൊവ്വയും വന്നാൽ ചിത്തഭ്രമം പറയാം. അല്ലെങ്കിൽ ചന്ദ്രനും ബുധനും മൗഢ്യത്തോടുകൂടി ലഗ്നത്തിൽ നിന്നാലും പറയാം ചിത്തഭ്രമം. ചന്ദ്രനും ബുധനും മൗഢ്യത്തോടുകൂടി ലഗ്നത്തിൽ എന്ന് വെച്ചാൽ ചന്ദ്രനും ബുധനും ബലമില്ലാതെ ലഗ്നത്തിൽ നിന്നാൽ മതി. ബുധന് സാധാരണയായിട്ട് എപ്പോഴും മൗഢ്യം വരും. മൗഢ്യം വേണമെങ്കിൽ സൂര്യൻ അതിൻ്റെ അടുത്ത് എവിടെയോ ഉണ്ടെന്ന് അർത്ഥം. ചന്ദ്രനും ബുധനും മൗഢ്യം വരണമെങ്കിൽ സൂര്യൻ അതിൻ്റെ അടുത്ത് എവിടെയോ ഉണ്ട്. അതിൻ്റെ മുന്നിലോ പിന്നിലോ കൂടെയോ കാണും. മൗഢ്യം കൊടുക്കുന്നത് ആര്? സൂര്യന്റെ അടുത്ത സാമീപ്യം, പ്രോക്സിമിറ്റി ടു സൺ. സൂര്യന്റെ സാമീപ്യം വരുമ്പോഴേ മൗഢ്യം വരുള്ളൂ. അപ്പോൾ സൂര്യൻ അതിൻ്റെ അടുത്ത് അവിടെ എവിടെയോ ഉണ്ടെന്ന് അർത്ഥം. ലഗ്നത്തിൽ വ്യാഴവും 7 ശനിയും, അല്ലെങ്കിൽ ലഗ്നത്തിൽ വ്യാഴവും 7 ചൊവ്വയും, അല്ലെങ്കിൽ ചന്ദ്രനും ബുധനും കൂടി മൗഢ്യത്തോടുകൂടി ലഗ്നത്തിൽ നിന്നാൽ ചിത്തഭ്രമം പറയാം. ചിത്തഭ്രമം പറയാം. ഇനി അടുത്തത് ബുധന് വന്നു കഴിഞ്ഞാൽ ബുധൻ പാപനോട് ചേർന്ന് 3, 6, 8, 12 നിന്നാലും ചിത്തഭ്രമം പറയാം. 3, 6, 8, 12 പാപനോട് ചേർന്ന് 3, 6, 8, 12 ബുധൻ പാപനോട് ചേർന്ന് നിന്നാലും ചിത്തഭ്രമം പറയാം. ഇത്രയും ഒന്ന് എഴുതാൻ, ഇത്രയും എഴുതുമ്പോൾ ഒരു സെക്ഷൻ തീരും. എഴുതാം. മാനസിക രോഗം, ഒരു പ്രശ്നത്തിൽ, ഒരു രോഗപ്രശ്നത്തിൽ 5ാം ഭാവാധിപനും 8ാധിപനും ഒരുമിച്ച് നിൽക്കുക, പരസ്പരം ദൃഷ്ടി വരിക, പരസ്പരം കേന്ദ്രത്തിൽ വരിക, പരിവർത്തന യോഗം വരിക, എങ്കിൽ മനോരോഗം പറയാം. എങ്കിൽ മനോരോഗം പറയാം. അമിതമായ കോപം, ഭയം, ദുഃഖം, ആഗ്രഹം. അമിതമായ കോപം, ഭയം, ദുഃഖം, ആഗ്രഹം ഇവ മൂലമാണ് മനോരോഗം ഉണ്ടാകുന്നത്. അടുത്ത ശാപം. ആറാം ഭാവപതി ഇവർക്ക്
ആറാം ഭാവവതി ഇവർക്ക് ചില ഭാവങ്ങളുമായും ഗ്രഹങ്ങളുമായുള്ള ബന്ധം കൊണ്ട് ചില ഭാവങ്ങളും ഗ്രഹങ്ങളുമായുള്ള ബന്ധം കൊണ്ട് ചില ഭാവങ്ങളും ചില ഗ്രഹങ്ങളുമായുള്ള ബന്ധം കൊണ്ട് വിവിധ രീതിയിലുള്ള ശാപങ്ങൾ പറയുന്നു. വിവിധ രീതിയിലുള്ള ശാപങ്ങൾ പറയുന്നു. ഒന്ന്, ഒരു രോഗപ്രശ്നത്തിൽ ഒന്ന് നടന്നു. ലഗ്നത്തിൽ വ്യാഴവും 7 ശനിയും അല്ലെങ്കിൽ ലഗ്നത്തിൽ വ്യാഴവും 7 ചൊവ്വയും നിന്നാൽ ചിത്തഭ്രമം പറയാം. അടുത്ത 2, ചന്ദ്രനും ബുധനും മൗഢ്യത്തോടുകൂടി ലഗ്നത്തിൽ നിൽക്കുകയോ ബുധൻ പാപനോട് ചേർന്ന് 3, 6, 8, 12 വരികയോ ചെയ്താലും ബുധൻ പാപനോട് ചേർന്ന് 3, 6, 8, 12 വരികയോ ചെയ്താലും ചിത്തഭ്രമം പറയാം. സർ, ചന്ദ്രന് മാത്രം മൗഢ്യം വന്നാലും പ്രശ്നം ഉണ്ടാവുമോ? ഇല്ലല്ല, രണ്ടും ഒരുമിച്ച് വരണം. പക്ഷെ ഇതിന് പരിഹാരം എന്തെങ്കിലും സർ ജ്യോതിഷത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ? പരിഹാരം നമുക്ക് പഠിക്കാം. അത് ബുധനും ചന്ദ്രനെയും സംബന്ധിക്കുന്ന പരിഹാരങ്ങൾ പറയണം. അതിന്റെ പരിഹാരങ്ങളൊക്കെ ബുക്കിൽ പറയുന്നുണ്ട്. അത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പരിഹാരങ്ങൾ. അതായത് അതൊക്കെ നമ്മൾ പഠിച്ചാൽ ശരിയാകില്ല. ആയുർവേദ സിസ്റ്റമാണ്. വാതകോപത്തിന് നെയ്യ്, എണ്ണ തുടങ്ങിയ സ്നേഹദ്രവ്യങ്ങൾ സേവിക്കുക. പിത്തശമനം ഔഷധം കൊണ്ട് വിരേചിപ്പിക്കുക. വിരേചനം എന്നാണ് പറയുന്നത്. കഫത്തിന് നസ്യം ചെയ്യണം. എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പരിഹാരങ്ങൾ പറയുന്നുണ്ട്. കല്യാണഘൃതം, പഞ്ചഗവ്യഘൃതം എന്നിവ ജപിച്ച് കഴിക്കുക. ഇത് നമുക്ക് പരിഹാരത്തിൽ പഠിക്കാം. എല്ലാം ബുക്കിൽ പറയുന്നുണ്ട്. സാർ, ഞങ്ങൾ ആയുർവേദം കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ.
ആര് ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ടോ? ആ ബൈബിളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപസ്മാരത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടോളണം, വേണമെങ്കിൽ പറഞ്ഞുതരാം. പെട്ടെന്ന് കുഴഞ്ഞ് ഭൂമിയിൽ വീഴുക, ഓർമ്മയില്ലാതാവുക, വായിൽ നുര വരിക, ചിലപ്പോൾ പരുഷ വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുക എന്നിവ ലക്ഷണം. വളരെ നേരം ക്ഷീണിച്ച് കിടക്കുക, കണ്ണ് ഉരുട്ടി, പല്ല് കടിക്കും, എന്നോട് ഇതെല്ലാം കാണിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ തന്നെ അപസ്മാരം. അതെ. പെട്ടെന്ന് കുഴഞ്ഞ് ഭൂമിയിൽ വീഴുക, ഓർമ്മയില്ലാതാവുക, വായിൽ നുരയും പതയും ഒക്കെ വരിക, ചിലപ്പോൾ പരുഷ വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുക, വളരെ നേരം ക്ഷീണിച്ച് കിടക്കുക, കണ്ണുരുട്ടി പല്ല് കടിച്ചൊക്കെ കാണിക്കുക, ഗോഷ്ടി കാണിക്കുക, എണീറ്റാൽ പഴയപടി വീണ്ടും ക്ലിയർ ആയിക്കൊള്ളും. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അറിഞ്ഞില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കും. ഇത് തന്നെയാണ് അപസ്മാരം. അതെ അതെ. ഈ അപസ്മാരത്തിന് ബാധ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒരു സൈസ് ബാധയായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. ഇതിന് പരിഹാരം സുദർശന മന്ത്രത്തിൽ തിലഹോമം ചെയ്യണമെന്നാണ് നമ്മളെ പരിഹാരം. ഹോമത്തിലെ മന്ത്രത്തിൽ എത്ര അക്ഷരമുണ്ടോ അത്രയും 1000 ഗുരു ജപിക്കണം. അത്രയും 1000 ഗുരു ഹോമത്തിലെ മന്ത്രത്തിൽ എന്ന് വെച്ചാൽ സുദർശന ഹോമത്തില് സുദർശന മന്ത്രം ഓം ഹ്രാം ക്രീം ക്ഷൗം ഹോപോ സുദർശന ചക്ര ദുഷ്ടാൽ ധാരയ ധാരയ ദുരിതം കനകന പാപം മതമത ആരോഗ്യം വർദ്ധയ വർദ്ധയ സഹസ്രാര കുംഭട് സ്വാഹ എന്ന് പറയുന്ന മന്ത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ മന്ത്രത്തിൽ എത്ര അക്ഷരമുണ്ട് അത്രയും 1000 ഉപയോഗിക്കണം. 27 അക്ഷരം ഉണ്ടെങ്കിൽ 27000 ഉപയോഗിക്കണം. 35 അക്ഷരം 41 അക്ഷരം ഉണ്ടെങ്കിൽ 41000 മന്ത്രം ഉപയോഗിക്കണം. ശരിയായ അപസ്മാര രോഗത്തിന് സുദർശന മന്ത്രത്തിൽ തിലഹോമം ചെയ്യണം. ഹോമത്തിലെ മന്ത്രത്തിൽ എത്ര അക്ഷരമുണ്ടോ അത്രയും 1000 ഗുരു ജപിക്കണം. പിന്നെ അടുത്ത് അത്ര ഒരു ജപിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഹോമിക്കുക. അങ്ങനെയാണോ? തേക്ക് വേര്, കൊട്ടം ചുക്കാതി, തിപ്പിലി, കർക്കക പൃങ്ങാതി ഇവ പൊടിച്ച് വിധിപ്രകാരം നസ്യം ചെയ്യണം. ശംഖുപുഷ്പം, നെല്ലിക്ക, ബ്രഹ്മി ഇവ ഇടിച്ചു പിഴിഞ്ഞ് വയമ്പ്, കൊട്ടം ചുക്കാതി, ഇരട്ടി മധുരം ഇവ കൽക്കം ചേർത്ത് കാച്ചിയ നെയ്യ് സേവിക്കുക, നസ്യം ചെയ്യുകയും വേണം. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കൂടി ഓട്ടിക്കും. ആയുർവേദമാണ് ഇതൊക്കെ ബുക്കിൽ പറയുന്നത്. നിസാരമൊന്നുമല്ല. നമ്മുടെ പ്രശ്നമാർഗം എന്ന് പറയുന്നത് നിസാര ബുക്കല്ല. അതൊക്കെ ഞാൻ വിട്ടിട്ടാണ് പോകുന്നത്. വേണ്ട വേണ്ട. ദർശന മന്ത്രത്തിൽ തിലകഹോമം ചെയ്യാനോ? അത് വേണമെങ്കിൽ അപസ്മാര രോഗത്തിനുള്ളതാണ്. അപസ്മാര രോഗത്തിന് വേണമെങ്കിൽ എഴുതിക്കൊള്ളു. ഇത് ഒരു ബുക്കുണ്ട് ആയുർവേദത്തിന്റെ, അതായത് മെഡിക്കൽ അസ്ട്രോളജിയുടെ ഒരു പഴയ ഒരു ബുക്കുണ്ട്. മെഡിക്കൽ അസ്ട്രോളജിയുടെ, എൻ്റെ പേര് വായിച്ച, എൻ്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ബുക്കിന്റെ പേര് മറന്നു. വളരെ അതൊന്ന് വായിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാട്. ഇതിന്റെ പേര് ആരെങ്കിലും ഓർമ്മിച്ച് പറഞ്ഞാൽ ഞാൻ പറയാം. അപസ്മാരം എഴുതിക്കൊള്ളും. അപസ്മാരം ബാധാ പ്രാധാന്യമുള്ള അസുഖം എന്നാണ് ജ്യോതിഷ അഭിപ്രായം. അപസ്മാരം ബാധാ പ്രാധാന്യമുള്ള അസുഖം എന്നതാണ് ജ്യോതിഷ അഭിപ്രായം.
പരിഹാരം ശക്തിയായ അപസ്മാര രോഗത്തിന് സുദർശന മന്ത്രത്തിൽ തിലഹോമം ചെയ്യണം. ശക്തിയായ അപസ്മാര രോഗത്തിന് സുദർശന മന്ത്രത്തിൽ തിലഹോമം ചെയ്യണം. ഹോമത്തിലെ മന്ത്രത്തിൽ എത്ര അക്ഷരമുണ്ടോ അത്രയും 1000 ഉരു ജപിക്കണം. ഇനി ആയുർവേദത്തിന്റെ ഒരാളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ അപസ്മാരത്തിന് ഇങ്ങനെ ഒരു മരുന്ന് കൂടി പറയുന്നു, കേട്ടിട്ടുണ്ടോ? ഹലോ ഹലോ സാർ, കേൾക്കാം, പറഞ്ഞു. അപസ്മാരത്തിന് ഇങ്ങനെ ഒരു മരുന്ന് കൂടെ പറയുന്നുണ്ട്, പറയട്ടോ? പറയണേ സാർ. കാളമൂത്രവും ആട്ടിൻമൂത്രവും ചേർത്ത് അതിൽ കരിക്ക്, കായം, കൽക്കം എന്നിവ ചേർത്ത് കാച്ചിയ നെയ്യും സേവിക്കുക. അങ്ങനെ ഉണ്ടോ? കേട്ടിട്ടില്ല സാർ. ഇങ്ങനെയൊക്കെ പറയുകയാണ് ബുക്കിൽ. മരുന്നുകളുണ്ടാവും, കാരണം ഗ്രന്ഥങ്ങളില് ഒത്തിരി ഉണ്ടല്ലോ സാർ. പല ഗ്രന്ഥ പരിപാലിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അതെ. ഞാൻ പറഞ്ഞത് മെഡിക്കൽ അസ്ട്രോളജിയുടെ ബുക്കിന്റെ പേര് വീരസിംഹ അവലോകനം. കേട്ടിട്ടുണ്ടോ? വീരസിംഹ അവലോകനം ഭയങ്കരപ്പെട്ട ബുക്കാണ്. മെഡിക്കൽ അസ്ട്രോളജി ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, പഴയ ബുക്കാണ്. ഇനി വീരസിംഹ അവലോകനം മലയാളം ബുക്കാണോ? മലയാളം തന്നെ. ശ്ലോകങ്ങൾ കംപ്ലീറ്റ് കട്ടി ശ്ലോക സംസ്കൃതം. എൻ്റെ വിവർത്തനം ചെയ്ത ഒരു പ്രത്യേക ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. മനുഷ്യന് മനസ്സിലാവാത്ത പഴയ ഒരു ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. ശ്രീ സുദർശന ഹോമം ഏത് ക്ഷേത്രത്തിലാണ് സർ ചെയ്യുക? ക്ഷേത്രത്തിലാണോ? വീട്ടിൽ വെച്ച് ചെയ്യണം. ക്ഷേത്രത്തിലല്ല, വീട്ടിൽ വെച്ച് ചെയ്യണം. ക്ഷേത്രത്തിൽ എങ്ങനെ ചെയ്യുന്നത്? ക്ഷേത്രത്തിൽ ആരെങ്കിലും ചെയ്യും? ചെയ്യില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ അവിടെ നിന്നല്ല, ഈ അപസ്മാരത്തിന്റെ ആൾക്കാരുള്ള ബഹളമൊക്കെ കാണിക്കും. നമ്പൂരിവരനാണ് സർ ചെയ്യുന്നത്? ഇങ്ങനെ ബ്രാഹ്മിൺസ് തന്നെയാണോ ഇത് ചെയ്യുക ഈ ഹോമം? അങ്ങനെയൊന്നുമില്ല. പൂജ അറിയാന്നുള്ള സൽക്കർമ്മികളായിരുന്നാൽ മതി. അങ്ങനെയൊന്നുമില്ല. സുദർശനം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നല്ല പൂജ അറിയാന്നുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇന്നാരെ തന്നെ ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നും. സാർ, ഇത് സുദർശന ഹോമത്തില് എള്ളു ഹോമിക്കലാണോ ഉദ്ദേശിക്കുന്നത്? സുദർശന ഹോമത്തിലാണ് തിലം എള്ളിലാണ് ചെയ്യേണ്ടത്. എള്ളില്. അതായത് ഇത് ബാധാബന്ധമുള്ള അസുഖം. അത് എള്ളില് ചെയ്യേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എള്ള് മുക്തി ബാധാബന്ധമുള്ളതെന്നാണ് അതിന്റെ സങ്കല്പം. അപ്പോൾ ബാധകളൊക്കെ മാറാൻ വേണ്ടി തിലഹോമമാണ് ചെയ്യാറുള്ളത്. സാർ, അത് ഇത് രണ്ടും ഈ സുദർശന ഹോമം വേറെ, തിലഹോമം വേറെ ഇല്ല, ഇത് രണ്ടാണോ? അപ്പൊ ഈ സുദർശനം എന്ന് പറയുമ്പോൾ സാധാരണ സുദർശന ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ചെയ്യാറുള്ളത് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ, അതല്ല. അത് സുദർശന മാലാമന്ത്രമാണ്. അല്ലാതെ സുദർശന മന്ത്രം വേറെ, മഹാസുദർശന മന്ത്രം വേറെ ഉണ്ട്. ഓം ഹ്രാം ക്രീം ഷൗം മഹാസുദർശനായ ഓം ഹ്രാം ക്രീം ഷൗം ഹോ സുദർശന ചക്ര ദുഷ്ടാൽ ധാരയ ദുരിതം നഗന പാപം മതമത ആരോഗ്യം വർദ്ധയ സഹസ്രാരം. അതാണ് മഹാസുദർശന മന്ത്രം. ഭയങ്കരപ്പെട്ട മന്ത്രമാണ്. അത് ഉപയോഗിക്കണം. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത്, ഓരോ ഗ്രഹത്തിനും അനിഷ്ടനായാൽ എന്തൊക്കെ അസുഖങ്ങൾ വരാം അത് ഒന്ന് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. കുറേ നമ്മൾ നോട്ട് എഴുതും,
അതിൽ പ്രധാനപ്പെട്ട കേസുകൾ നമ്മൾ നോക്കി വെച്ചേക്കും. അതിൽ ഏതെങ്കിലും ഒന്നൊന്ന് പഠിക്കാം, ബാക്കി അടുത്ത ക്ലാസ്സിലേ പറ്റുള്ളൂ. ഓരോ ഗ്രഹവും അനിഷ്ടനായാൽ എന്തൊക്കെ അസുഖങ്ങൾ വരാം, മനസ്സിലായോ? ഇതൊക്കെ കാണാതെ പഠിക്കണം. പ്രത്യേകിച്ച് ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ പതുക്കെ അവരുടെ ജാതകവും കൂടി ഒന്ന് നോക്കിയാൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ പതുക്കെ ആയുർവേദ ഡോക്ടേഴ്സിന് പറയാം, ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പതുക്കെ ജാതകം ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഡാറ്റ അപ്പുറത്തും ടൈമാപ്പുറത്തും കിട്ടിയാൽ കൊള്ളാം എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തരും. തന്നിട്ട് ഗ്രഹനിലയും കൂടി നോക്കി ഇപ്പോഴത്തെ ദശയും അപകാരവും നോക്കി ഏത് ഗ്രഹത്തിന് ബലമില്ല, ഏത് എവിടെയൊക്കെ നിൽക്കുമെന്ന് കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. രണ്ടും കൂടെ ആവുമ്പോൾ ആദിത്യൻ അനിഷ്ടനായാൽ പിത്തരോഗം, അതാണ് ആദ്യം പറയുന്നത്. 2 ഉഷ്ണരോഗം, നീറ്റല്, അപസ്മാരം, ഹൃദയരോഗം, ഉദരരോഗം, നേത്രരോഗം, ത്വക്ക് രോഗം, അസ്ഥി രോഗം, അഗ്നി കൊണ്ടും അസ്ത്രം കൊണ്ടുമുള്ള ഉപദ്രവം, ഭാര്യാദുഃഖം, പുത്രദുഃഖം ഇവയൊക്കെ ഉണ്ടാകും. ഇനി ഇത് ഏതൊക്കെ അവസരങ്ങളിൽ വരുമെന്നാണ് അറിയേണ്ടത്. ആദിത്യൻ അനിഷ്ടനായാൽ പിത്തരോഗം, പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായ കാര്യമാണ്. ആദിത്യൻ പിത്തപ്രകൃതം, അതിന് നമുക്ക് ആരും പറഞ്ഞു തരണ്ട, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഉഷ്ണരോഗം, ഇതെങ്ങനെ അറിയാം? ശത്രു ഉഷ്ണ ഉദര ദന്ത മാനസ രുച, ചിങ്ങം രാശിക്ക് പറയുന്ന രോഗമാണ്. ഉഷ്ണ ഉദര ദന്ത മാനസ, ആ 5 വാക്ക് ഉപയോഗിക്കണം. ഉഷ്ണ ഉദര ദന്ത മാനസ, മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങള്, പല്ലിന് ബാധിക്കുന്ന അസുഖങ്ങള്, അസ്ഥി പല്ലിൻ്റെയൊക്കെ കാരകത്വം സൂര്യനാണ്. അപ്പോൾ അസ്ഥി സംബന്ധമായ അസുഖം വരാം, പല്ല് സംബന്ധമായ അസുഖം വരാം, മാനസിക അസുഖങ്ങൾ വരാം, അപസ്മാരം, പിന്നെ വേറെ ഉദരരോഗം, ഉദരം, വയറ്, സൂര്യൻ വയറിനെ സൂചിപ്പിക്കുന്ന, ഇപ്പം പഠിച്ചതെല്ലാം കൂടി തിരിച്ചെടുക്കണം. ഇപ്പം നമ്മൾ പഠിച്ചു പോയ പോയിന്റുകളെല്ലാം കൂടി തിരിച്ചെടുക്കണം. ഉദരരോഗം, പിന്നെ ശത്രുഭയം വരാം, സൂര്യൻ 6-ൽ നിന്നാൽ ശത്രുഭയം വരാം. നേത്രരോഗം, സൂര്യന് നേത്രത്തിന്റെ കാരകത്വം സൂര്യനുണ്ട്, അറിയാമല്ലോ. സൂര്യന് ഏറ്റവും പ്രധാനം നേത്രത്തിന്റെ കാരകത്വമാണ്. പിന്നെ ത്വക്ക് രോഗം, അഗ്നി കൊണ്ടും അസ്ത്രം കൊണ്ടുമുള്ള ഉപദ്രവം. ഭാര്യാദുഃഖം എങ്ങനെ വരാം? ഏത് ഭാവത്തിൽ നിന്നാൽ ഭാര്യാദുഃഖം വരാം? 7-ാം ഭാവം. 7-ൽ നിന്നാൽ. 7-ൽ സൂര്യൻ നിന്നാലുള്ള ഫലം എന്താണ് പറയാമോ ആർക്കെങ്കിലും? വിവാഹം മിക്കവാറും കഴിയൂല. സ്ത്രീ പൃഗത പരിഭവം മതക പതങ്കേ, പതങ്കൻ സൂര്യൻ മതകെ 7-ൽ നിന്നാൽ സ്ത്രീ പൃഗത പരിഭവം, സ്ത്രീയിൽ നിന്നുള്ള പരിഭവം ഉണ്ടാവും. എന്നെ എൻ്റെ ഭാര്യ വഹിക്കുന്നില്ല, അവള് ഞാൻ പറയും പോലെ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഞാൻ പറയും പോലെ കേൾക്കുന്നില്ല, അങ്ങനെ തോന്നുന്ന പോലെയൊക്കെ ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. സ്ത്രീ പൃഗത പരിഭവം മതക പതങ്കെ 7-ൽ നിന്നാൽ. ഇനി സന്താന ദുഃഖം വരുന്നത് എവിടെ നിന്നാൽ വരും? 5-ാം ഭാവത്തിൽ നിന്ന്. 5-ൽ. അസുതോ ധനവർജിത ത്രികോണ, 5-ൽ സൂര്യൻ എന്നുള്ള ഫലം അതാണ്. അസുതോ, സുതന്മാർക്ക് നല്ലതല്ല. ധനവർജിത, ധനത്തിന് കുഴപ്പമുണ്ട്. അസുതോ, അപ്പോൾ 5-ൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ടല്ലേ, സന്താനങ്ങളെ കൊണ്ടുള്ള മാനസിക പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാൽ കൃത്യമായിരിക്കും. രണ്ടും കൂടി കണക്ട് ചെയ്ത 7-ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നമുണ്ട്, ഭാര്യയായിട്ടുള്ള പിണക്കമോ കാര്യമോ ഉണ്ടോ, ടൈംസ് തെറ്റുണ്ടോ എന്ന് വെച്ചാൽ കൃത്യമായിരിക്കും. അപ്പോൾ ആദിത്യൻ അനിഷ്ടനായാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് എന്തൊക്കെ നമ്മളെ ഓർമ്മയിൽ എന്തൊക്കെ വരും? പിത്തരോഗം, ഉഷ്ണരോഗം, മനസ്സിൽ അലട്ടുന്ന പ്രശ്നങ്ങൾ, പല്ലിന്, അസ്ഥിക്ക്, നേത്രത്തിന്, ഉദരത്തിന്, നീറ്റല്,
പിന്നെ വേറെ എന്തൊക്കെ? പൊള്ളല്, അഗ്നി കൊണ്ടും അസ്ത്രം കൊണ്ടുമുള്ള ഭയം, പിന്നെ ഭാര്യ നിമിത്തവും സന്താനങ്ങൾ നിമിത്തമുള്ള ദുഃഖം. ഇത്രയും പറയാം. ഇത്രയും നമുക്ക് പറയാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയില്ല? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതിനെല്ലാം കൂടി കളക്ട് ചെയ്യുന്നു. ഭാര്യ നിമിത്തമുള്ള അസുഖം 7 നിന്നാലുണ്ടാകും. സന്താനങ്ങൾ നിമിത്തമുള്ള അസുഖം 5 നിന്നാലുണ്ടാകും. 6 നിന്നാൽ ശത്രുക്കൾ കൊണ്ടുണ്ടാകാം. ശത്രുക്കളെ ജയിക്കുമെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ 6 നിന്നാലുണ്ടാകും. ഇത്രയേ ഉള്ളൂ. എഴുതിക്കൊള്ളണം. സൂര്യൻ അനിഷ്ടനായി എന്നാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ. സൂര്യൻ അനിഷ്ടനായാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ. പിത്തരോഗം. പിത്തരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെന്നുള്ളത് രണ്ടാമത് നമ്മൾ ചേർത്ത് പറയാം. പിത്തരോഗം, ഉഷ്ണരോഗം, നീറ്റൽ. ഉഷ്ണരോഗം, നീറ്റൽ. നയനരോഗം, അസ്ഥിക്കുണ്ടാകുന്ന രോഗങ്ങൾ, പല്ലിനുണ്ടാകുന്ന രോഗങ്ങൾ, അസ്ഥിക്കുണ്ടാകുന്ന രോഗങ്ങൾ, പല്ലിനുണ്ടാകുന്ന രോഗങ്ങൾ. ഉദരരോഗം, മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ. അഗ്നി ആയുധം കൊണ്ടുള്ള, അഗ്നി അസ്ത്രം കൊണ്ടുള്ള ഉപദ്രവം. അഗ്നി അസ്ത്രം എന്നിവ കൊണ്ടുള്ള ഉപദ്രവം. അഗ്നി അസ്ത്രം എന്നിവ കൊണ്ടുള്ള ഉപദ്രവം. എന്നിവ ഫലം. എന്നിവ ഫലം. സൂര്യൻ ബലമില്ലാതെ 7 നിന്നാൽ ഭാര്യാനിമിത്തവും ഭാര്യാനിമിത്തവും 5 നിന്നാൽ സന്താന നിമിത്തവും 5 നിന്നാൽ സന്താനങ്ങൾ നിമിത്തവും സന്താനങ്ങൾ നിമിത്തവും അസുഖവും പ്രശ്നങ്ങളും ഉണ്ടാകാം. അസുഖവും പ്രശ്നങ്ങളും ഉണ്ടാകാം. ശരി, ബാക്കിയുള്ളതിന് അടുത്ത ക്ലാസ് പഠിക്കുന്നത്. എന്തെങ്കിലും പഠിച്ച് പോയതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സാറേ, ഈ നമ്മുടെ ഈ രോഗങ്ങൾ പറഞ്ഞതിലേ നട്ടൽ സംബന്ധമായിട്ട് അങ്ങനെ ഈ കായ്ക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും നട്ടലിനൊക്കെ എൻ്റെ കയ്യിൽ അതിൻ്റെ കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്. അത് എടുത്ത് എൻ്റെ മൊബൈലിലുണ്ട്. അതായത് മെഡിക്കൽ അസ്ട്രോളജിയുടെ ഒരു റിസർച്ച് വർക്ക് ഞാൻ വെരിഫൈ ചെയ്ത കുറെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതെടുത്തിട്ട് പറഞ്ഞുതരാം.
മെഡിക്കൽ തമിഴാണ്, ഫുള്ള് തമിഴാണ്. അതിന് ഈ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. പിന്നെ ഈ നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, ക്യാൻസർ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് വരും. അപ്പൊ ഞാൻ നോക്കിയിട്ട് എടുത്ത് പറഞ്ഞു തരാം. അതിന്റെ കോപ്പി എടുത്തിട്ട് കുറെ വർക്ക് ചെയ്യാൻ സമയം കിട്ടുമ്പോഴേ പറ്റുള്ളൂ. കുറെ പറഞ്ഞുതരാം. സാറേ ജന്മന ബ്ലൈൻഡ് ഡെഫൊക്കെ ആയി ജനിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള അതൊക്കെ നമുക്ക് അതൊക്കെ നമ്മൾ ക്ലിയറാ പഠിക്കണമെങ്കിൽ റിസർച്ച് മെത്തേഡിൽ പോയാലേ കിട്ടുള്ളൂ. നിസ്സാര കാര്യമൊന്നുമല്ല. അത് ബ്ലൈൻഡായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് അതൊക്കെ ജാതക വിശകലനത്തിന്റെ ക്ലാസ്സിലേ പറ്റുള്ളൂ. ഞാൻ വേണമെങ്കിൽ ഒരു ജാതകം പറഞ്ഞാൽ ഇത്രയും മാത്രം നിങ്ങളൊന്ന് പെട്ടെന്ന് ധരിക്കണം. ചോദിച്ചുകൊണ്ട് പറയുകയാണ്. വേറെ ഒരു കേസ്. കന്നി ലഗ്നം, തുലാത്തില് സൂര്യൻ ചൊവ്വ, ചിങ്ങത്തില് ശനി. സൂര്യൻ ചൊവ്വ ചിങ്ങത്തില് ശനി. ശുക്രൻ ലഗ്നത്തില് നീചം. ഇത്രയുമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി ഓർമ്മയില്ല. ഇതിന് എന്ത് അസുഖം വരാം? ജന്മനാൽ എന്ത് അസുഖം വരാം? ഒരു പെൺകുട്ടിയാണ്. ഇതിന് വലത് കണ്ണിന് പ്രശ്നം വരും. അന്ധത. ഇനി തുലാമാസം 1-ാം തീയതിയാണ് ജനനം. ആ മാസം 1-ാം തീയതി ഒരു ക്ലൂ ആണ്. ബാക്കി പിടിച്ചെടുത്തോളൂ. സൂര്യൻ നീചത്തിലേക്ക് പ്രവേശിക്കുന്ന രാശിസന്ധിയിൽ രാശിസന്ധി. ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറയണം. നീചത്തിലേക്ക് കടക്കും കൂടിയാണല്ലോ സൂര്യൻ. 12-ാം ഭാവത്തിന് ഇടത്ത് കണ്ണിന്റെ ആധിപത്യമുള്ള ഭാവാധിപനും കൂടിയാണല്ലോ. അപ്പൊ നീചത്തില് 2-ാം ഭാവം നീചത്തിലായിട്ട് 12-ാം ഭാവാധിപനും കണ്ണിന്റെ കാരകത്വമുള്ള സൂര്യനും കൂടിയാണല്ലോ നീചത്തില്. അപ്പൊ കണ്ണിന് പ്രശ്നം പറയാലോ സാർ. 2-ാം ഭാവം എന്ന് പറയുന്നതിലെ കറക്റ്റ് കുറച്ചുകൂടി. 2-ാം ഭാവം അതിന്റെ 12-ൽ പോയി, അതും നീചമായല്ലോ. നിങ്ങൾ ഏകദേശം അടുത്തെത്തി. 2-ാം ഭാവപതി നീചം. ശരിയല്ലോ? അതെ 12ഉം നീചം. 2-ാം ഭാവത്തില് 2 പാപന്മാര്. 3-ാമത്തെ പാവന്റെ ദൃഷ്ടി. പാവം പോയി, പാവപതി പോയി. ഇനി സൂര്യൻ 12-ാം ഭാവപതി, ചൊവ്വ അഷ്ടമാധിപതി, ശനി 6-ാം ഭാവപതി. 6, 8, 12 3 പാവന്മാര്. 3 പേരും 2-മായിട്ട് ബന്ധപ്പെട്ടു. 2-ാം ഭാവത്തിക്ക് നീചവും. അപ്പൊ 2-മായി ബന്ധപ്പെട്ട ഒരു കുഴപ്പം ഉണ്ടാവൂലേ? 2-മായിട്ട് കുഴപ്പപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. 2-ാം ഭാവത്തിൽ എന്തൊക്കെ പറയുന്നു? കർത്തവ്യമഖിലം, വിത്തം, വാണി, ചക്ഷസ്യ ദക്ഷിണം. വിദ്യ ഇപ്പൊ എടുക്കണ്ട, പോയി. നിങ്ങൾ ദക്ഷിണത്തിന് വലത് കണ്ണിനെ പിടിച്ചു. ഇനി ഒരു സാധനത്തെ കൂടി പിടിക്കാനുണ്ട്. വാണി, വാക്ക്. സംസാരിക്കില്ല. ഡംബ്, സംസാരിക്കൂല. ബുദ്ധിപ്രമം. കറക്റ്റായിട്ട് എത്തി. പക്ഷെ അവിടെ പറയേണ്ട 2-ാം ഭാവ സംബന്ധമായ ദോഷം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു.
ജോത്സ്യരൊക്കെ എപ്പോഴും ഒരു ലിങ്ക് ഇട്ടേ സംസാരിക്കാം. ഒരു ചാടിക്കയറി പൂർണ്ണമായിട്ട് അങ്ങ് പറയാൻ നിൽക്കരുത്. ഒരു 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 നമുക്ക് ഒരു ഊരി രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകൂടി ഇട്ടേക്കണം. അപ്പൊ ഈ കുട്ടിക്ക് കണ്ണും കാണൂല, വർത്താനം പറയില്ല, കണ്ടമ്പ് നോക്കി ഞാൻ പറഞ്ഞ സംസാരിക്കില്ല. സംസാരിക്കലോ? കണ്ണിന് പ്രശ്നമൊന്നുമില്ല? കണ്ണിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ സംസാരിക്കില്ല. ബുദ്ധിഭ്രമമുണ്ട്. ഓക്കെ. രണ്ടിന് കൂടുതൽ ദോഷമായിരിക്കും. 5-ാം ഭാവത്തിൽ 12 പോയില്ലേ? 5-ാം ഭാവത്തിൽ 5-ാം ഭാവത്തിൽ ചൊവ്വയുടെ ദൃഷ്ടിയില്ലേ? അതെ അതെ. ഇനി വ്യാഴമൊക്കെ എവിടെയെന്ന് അറിഞ്ഞൂടാ. വ്യാഴവും ചന്ദ്രനൊക്കെ എവിടെയെന്ന് അറിഞ്ഞൂടാ. എന്റെ പഴയ ഡയറിയിലുണ്ട്. പഴയ ഡയറി തപ്പി എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ പറ്റും. ഇത് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. നമ്മൾ ഉദ്ദേശിക്കും പോലെയല്ല. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുമോ സാർ ജാതകം? നോക്കി എടുത്തു തരാം. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സർ, ഈ ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് രണ്ടുപേര് ജനിക്കുമ്പോൾ രണ്ടും ഒരേ ഹോറോസ്കോപ്പ് അല്ലേ വരുമോ? ഒരുപാട് വ്യത്യാസം വരുന്നു ഇല്ലേ? പക്ഷെ അവരുടെ അനുഭവങ്ങളെ വ്യത്യാസം വരുന്നു. അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതെ, സെയിം ഹോറോസ്കോപ്പും ദശയും കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കൂലേ? അത് മാത്രവുമല്ല, ട്വിൻസ് 1 മിനിറ്റിൽ വ്യത്യാസത്തിൽ വരുന്ന ട്വിൻസ് വരെ മാറുന്നുണ്ട്. 1 മിനിറ്റ് 2 മിനിറ്റിൽ വ്യത്യാസത്തിൽ വരുന്ന ട്വിൻസ് നവാംശകം വരെ ഒരുപോലെ ഇരിക്കും. അതുവരെ മാറ്റം വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. അത് നമുക്ക്, അതാണ് പറഞ്ഞത്, എല്ലാം പരിപൂർണമായിട്ട് പറയാനൊന്നും നമുക്ക് കഴിയില്ല. എൻ്റെ ബന്ധത്തിൽ എൻ്റെ ഒരു ചേച്ചിയുടെ 2 കുട്ടികളുണ്ട്. 2 ആൺകുട്ടികളാണ്, ട്വിൻസാണ്. ദശയൊക്കെ ഒരുപോലെ. ഒരുത്തന്നെ കല്യാണവും നേരത്തെ കഴിഞ്ഞു, ജോലിയായി. അടുത്തവന് ജോലിയും ഇല്ല, കല്യാണവും ലേറ്റായി. രണ്ടുപേരും 2 രീതിയിലാണ്. ഒരുത്തൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധം, ഒരുത്തന് ജോലിയാണ്, സർക്കാർ ജോലി. ഒരു ബന്ധവുമില്ല. അങ്ങനെയാണ്. ഒരു ലഗ്നത്തിന് പല ഫലങ്ങളും പറയുന്നുണ്ട്. ഇഷ്ടംപോലെ ഫലം പറയും. അത് ഏതെങ്കിലുമൊക്കെ ശരിയായി വരും. കുറേ ഫലങ്ങൾ പറയുന്നതിൽ കുറച്ച് ഒരാൾക്ക് വരും, കുറച്ച് വേറെ ഒരാൾക്ക് വരും. അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇതിന് വിമർശകന്മാരൊക്കെ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, രണ്ടും ഒരേ സമയത്ത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നുള്ളൂ. അത് ഒരു ഗ്രഹത്തിന് അല്ലെങ്കിൽ ഒരു രാശിക്ക് ഒരുപാട് സ്വഭാവമുണ്ട്. ഇപ്പോൾ നമ്മള് മേടം പറഞ്ഞു കഴിഞ്ഞാൽ മേടം വൃത്താതാമൃതൃ ഉഷ്ണശാഖ ലഘുവു ക്ഷിപ്രപ്രസാദോ അടന കാമി ദുർബലജാനു അസ്ഥിരതന ശൂര അങ്ങനാവല്ലഭ. ഇങ്ങനെ ഒരു 10-20 കാര്യം പറഞ്ഞു. ഇതിൽ കുറച്ചെണ്ണം ഒരാൾക്ക് കിട്ടും, കുറച്ചെണ്ണം വേറെ ഒരാൾക്ക് കിട്ടും. എല്ലാം ഒരാൾക്ക് പറയുന്ന വ്യക്തിനെ ആശ്രയിച്ചിരിക്കും ഫലം പറയുന്നത്. എല്ലാം ഒരുപോലെ വരുമെന്നുള്ള നിർബന്ധമില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. അല്ല, 2 ജാതകവും ഗ്രഹനിലയും ജനനശിഷ്ടം വലിയ മാറ്റമൊന്നും വരില്ല. ചിലപ്പോൾ ഒരു കൂടിപ്പോയാൽ ഒരു 10 ദിവസമോ 12 ദിവസമോ മാറും. അത്ര ഓക്കെ. ഓക്കെ സർ. താങ്ക് യു സർ. നമസ്തേ സർ. Thank you.